വിഷയവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോയാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ പൂർണ്ണമായും ഉള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചില്ല. കാരണം ഇതിൽ ഒരുപാട് വോയിസുകളും മറ്റും ഒക്കെ കയറ്റി ചെയ്യേണ്ടി വന്നു. അതിന് കാരണം വ്യക്തമായ ഉത്തരം ജനങ്ങൾക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലുള്ള വ്യക്തികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ആ വീഡിയോ അത്രത്തോളം വന്നത്. ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇതിലെങ്കിലും തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അത്രത്തോളം തെളിവുകളും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതാണ്. ഇയാൾ മുന്നോട്ട് പോകാൻ ഇയാൾ 5 മാസം വാടക എന്നോട് ചോദിച്ചു. ഈ വാടക ചോദിക്കാൻ എന്തെങ്കിലും ഒരു ഉൾപ്പുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ട. കാരണം ഇയാള് ലെവൽ അത് കൂട്ടിട്ടൊക്കെയാണ്. അതിന്റെ ഇടയിൽ 4 പ്രാവശ്യം ഈ സെറ്ററിന്റെ ഉള്ളിൽ വന്നിട്ട് ഈ വാടക കാലാവധിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. സൗണ്ട് ഉണ്ടാവണം, മറ്റേതുണ്ടാവണം, മറിച്ചതുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഈ തീർക്കാൻ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. കാരണം നിലവിൽ അത് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സാഹചര്യം ഉണ്ടാക്കിയാൽ പൂട്ടിട്ടൊക്കെയാണ്. അതിന്റെ ഇടയിൽ ഉള്ളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കയറുന്നുണ്ട്. ഇപ്പൊ മെഷീൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവില്ല. KSEB ഞാൻ പരാതി കൊടുത്തതാണ്, വ്യവസായ വകുപ്പിൽ പരാതി കൊടുത്തതാണ്. കാരണം എന്തും പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ ഇയാൾ നിസ്സാര കാര്യങ്ങൾക്ക് വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കുക. അതുപോലെ അതൊക്കെ മുൻപേ കൊടുത്തിട്ടുണ്ട്. KSEBന്റെ മെയിൻ സ്വിച്ച് അതിന്റെ പേരിലുള്ള കണക്ഷൻ, ഇതിന്റെ പൈസ കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയ കണക്ഷൻ, അത് ഇയാൾ ഇപ്പോഴും കാരണം പോയ കാണാൻ ഓഫാക്കിയിട്ടൊക്കെ. അതൊന്നുമല്ല. അത് ഞാൻ വേണമെങ്കിൽ ഇന്നലെ വിളിച്ച് സംസാരിച്ച ഇന്നലെ 5 പ്രാവശ്യം നാളെ 28-ാം തീയതി ഞാൻ പറയണത് നമുക്ക് അവിടെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിലവിലുള്ള അറ്റ്മോസ്ഫിയറിൽ പറ്റൂല. ഒരു സ്ഥാപനത്തിൽ നിരന്തരം ഒന്ന് പ്രശ്നം ഉണ്ടാക്കില്ല, അത് ഉണ്ടാവരുത്. ഇനി ഞാൻ പറയട്ടെ. രണ്ടാമത് എനിക്ക് അവിടെ എഗ്രിമെന്റ് പുതുക്കി കിട്ടിയാൽ അവിടെ നിന്നിട്ട് കാര്യമുള്ളൂ. അല്ല, ഇത്രയും പൈസ ചെലവാക്കി അത്രയും ടണ്ണ് കണക്കിന് വെയിറ്റ് ചെയ്യുന്ന മെഷീനൊക്കെ ഇറക്കുന്നത് 11 മാസത്തെ കരാറിനാവോ സാറേ? അത് ഇയാൾ പറഞ്ഞ വാഗ്ദാനം അയാള് അല്ല, ഇതിൽ ആ നമ്പർ എഴുതിയില്ലല്ലോ. ഷെഡ് നിലവിൽ വാടകയ്ക്കുണ്ടല്ലോ. ഷെഡ് നമ്പർ ഇതിലുണ്ടോ? അപ്പൊ ഷെഡ് നിങ്ങൾ വാടകയ്ക്ക് തന്നിട്ടില്ലേ? എന്റെ സുഹൃത്ത് ഷെഡ് ഇതിലുണ്ടോ? ഇല്ല, എന്നാ കാണിച്ചോണ്ടോ. ഷെഡിൽ തരാന്ന് പറഞ്ഞില്ല, പറ്റിച്ചതല്ലേ? ഷെഡിൽ നമ്പർ 500 സ്ക്വയർ ഫീറ്റ് 500 സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് ബിൽഡിംഗ് ഉള്ളൂ. 500 സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് ബിൽഡിംഗ് ഉള്ളൂ. 1500 മേലെ സ്ക്വയർ ഫീറ്റ് ഷെഡാണ്. ആ ഷെഡിന് എഗ്രിമെന്റ് ഇല്ലാതെ ഞാൻ എങ്ങനെ അവിടെ നിലനിൽക്കും? ബന്ധപ്പെട്ടും പരാതി പറയുന്നുണ്ട്. ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ആദ്യം പോലീസ് സ്റ്റേഷനിൽ തന്നെയല്ല ചെല്ലേണ്ടത്. കാരണം ഇതിൽ ക്രിമിനൽ പശ്ചാത്തലം, ഇദ്ദേഹം അകത്ത് കയറിയിട്ടുണ്ട്, നിരവധി പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ കാണിച്ചിട്ട് മാത്രമല്ല, 22-ാം തീയതി ഫെബ്രുവരിയിൽ ഇവർ 3 പേരോളം അകത്ത് കടന്നതായിട്ട് എനിക്ക് കിട്ടിയ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ വിശദമായിട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നുണ്ട്. അത് ശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇയാളെന്ന് സമ്മതിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ട് പോലും ഇയാൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് SI വിമൽ PRO പെരുമാറുന്നത്. കാരണം ഈ വ്യക്തി, ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ ഒറ്റയ്ക്കാണ് പോകുന്നത് പരാതിയുമായി ബന്ധപ്പെട്ട്. മാർച്ച് മാസത്തിലും ഫെബ്രുവരി മാസം അവസാനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, പിന്നീട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് 2 പ്രാവശ്യം മടക്കി അയച്ചു. 3-ാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ മാർച്ച് 27-ാം തീയതി അഥവാ ഒരു തരത്തിൽ അവിടെ നിലനിന്ന് പോകാൻ സാധിക്കൂല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിരക്ഷ ലഭിക്കേണ്ടതുണ്ട്. അത് അകത്ത് കയറിയിട്ട് അനധികൃതമായിട്ട് അകത്ത് കടന്നിട്ടുണ്ട്. സംശയമുണ്ട്, സാധനങ്ങൾ നശിപ്പിച്ചോണം, മാത്രമല്ല കൂട്ടിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഭീഷണികളുണ്ട്. ഇതൊക്കെ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. കാരണം അയാളുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവാണ് എങ്കിൽ തന്നെ, വസ്തു എന്ന് പറയുമ്പോൾ ബിൽഡിങ്, എങ്കിൽ തന്നെ അകത്തിരിക്കുന്നത് എന്റെ മുതലാണ്. പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 മാസത്തെ ലീഗലി എഗ്രിമെന്റ് നിലവിലുണ്ട്. 11 മാസം കഴിഞ്ഞാലും ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് നിയമപരമായിട്ട് ഇയാൾക്ക് അഥവാ ഞാൻ എന്റെ മുതലുകളോ മറ്റോ ഞാൻ അവിടെ താമസിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നിടത്തോളം കാലം അയാൾക്ക് അകത്ത് പ്രവേശിക്കാനോ അനധികൃതമായിട്ട് ഒരു പ്രവർത്തനം നടത്താനുള്ള നിയമപരമായിട്ടുള്ള അധികാരം ഇല്ല. അങ്ങനെ അയാൾക്ക് വേണമെങ്കിൽ അയാൾ നിയമപരമായി കോടതിയിൽ ചെന്ന് സംരക്ഷണം അഥവാ എന്നെ ഇറങ്ങാൻ ഞാനേ റെഡിയാണ്. ഇറക്കാനുള്ള ഓർഡറുകളോ മറ്റോ വാങ്ങണം നിയമപരമായിട്ടുള്ളത്. അല്ലാത്തിടത്തോളം കാലം അയാൾ ചെയ്ത പ്രവർത്തികളെല്ലാം, നിലവിൽ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ നിയമവിരുദ്ധമാണ് എന്നത് തെളിയിക്കുന്ന വീഡിയോസും കാര്യങ്ങളാണ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളത്. അകത്ത് കയറിയതടക്കം, ഭീഷണി, അതുപോലെ വധഭീഷണി, ഇതൊക്കെ അകത്ത് വെച്ച് നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നമ്മളെ അപഹാസ്യരാക്കുന്ന രീതിയിലാണ് അവിടുന്ന് പെരുമാറ്റം. കാരണം ഇതൊക്കെ സിവിൽ കേസാണ് പോലും. അഥവാ ഇയാൾ പറയണേ, ഒരു SI റാങ്കിലുള്ള ഒരു ഓഫീസർ പറയണം, അതിന്റെ വീഡിയോസ് നോക്കണം, ഓഡിയോ വീഡിയോ എല്ലാം ഉണ്ട്. ഇയാള് വ്യക്തമായിട്ട് അവരെ സംരക്ഷിക്കുന്ന, ക്രിമിനൽസിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പിന്നീട് നടത്തുന്നത്.
നമ്മളോട് പറയാണ് ഇതൊരു വാടക കുടിശ്ശിക പ്രശ്നമാണെന്ന്. കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക, അതിൽ വാടകയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അഥവാ വാടക ആവശ്യപ്പെടുന്നതിനും എത്രയോ മുമ്പ് ഞാൻ അവിടുന്ന് ഇറങ്ങാൻ തയ്യാറാണ്. എന്റെ മുതൽ അവിടെ ചെലവാക്കിയ സാധനങ്ങൾക്ക് ഗ്യാരണ്ടി, ഇതെല്ലാം ഇയാൾ കാരണം ഇല്ലാതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ദൂരീകരിക്കണം എന്നത് ഇയാളുടെ അനിയനോടും ജ്യേഷ്ഠനോടും ഈവൻ ഇയാളോടും പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് ഈ ഒരു വാദത്തിന് ന്യായമായിട്ട് മറ്റു പ്രസക്തിയുള്ളത് അതൊരു കാര്യം. പക്ഷെ ഇതൊക്കെ ഒരു പോലീസ് ഓഫീസർ നമ്മളോട് പറയുന്നത് വാടക കൊടുക്കും ആ ഒരു രീതിയിലാണ്. ഈ ഒരു വാടക നിയമപരമായിട്ട് കൊടുക്കാൻ ആണെങ്കിൽ പോലും അയാൾക്ക് രേഖാമൂലം കോടതിയിൽ പോയിട്ട് ഓർഡർ വാങ്ങാം. സാമ്പത്തിക ഇടപാടിൽ എന്നോട് പറയുന്നത് എനിക്ക് നഷ്ടം വന്ന കാര്യങ്ങൾ, അത് വഞ്ചന കേസിൽപ്പെട്ട കൂടി കാര്യമാണ്. അതിന് നിയമപരമായിട്ട് പോലീസിന് അധികാരമുണ്ട്. എന്നിരിക്കെ അതുപോലും അല്ലെങ്കിൽ അകത്ത് കടന്ന് ആക്രമിക്കാൻ ശ്രമിച്ചതും അനാവശ്യമായിട്ട് അകത്ത് കയറിയിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയതും അതുപോലുള്ള കാര്യങ്ങളെല്ലാം സിവിൽ കേസാണ്. സാധാരണ പൗരനെ ഇതുപോലുള്ള തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഓഫീസർമാരെ നിലവിൽ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഏത് കാലത്താണ് നീതി കിട്ടുക ചിന്തിച്ചു നോക്കിയോ. അതുപോലെ ഇയാൾ കറണ്ട് മെയിൻ സ്വിച്ച് എന്റെ പേരിലില്ല. അടുത്ത CCTV ഓഫാവാനാണ് ഈ നാട് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ വ്യക്തമായിട്ട് രേഖാമൂലം നമ്മൾ കാണിച്ചും വീഡിയോ സൈഡുമൊക്കെ കാണിച്ചൊക്കെ കൊടുത്തിട്ടും ഈ മനുഷ്യന് ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് അനുകൂലമായിട്ടില്ല. ഞാൻ ഒറ്റക്കാണ്, ഞാൻ പറഞ്ഞല്ലോ സ്റ്റേഷനിൽ ഞാൻ ഒറ്റക്കാണ് ഏത് സമയത്തും പോകാറുള്ളത്. അപ്പോ ആദ്യ സമയങ്ങളിലൊക്കെ ആ സമയത്ത് നമുക്ക് വേറെ സിമ്പിളായിട്ട് ഇവനൊരു ചെറുപ്പക്കാരനാണല്ലോ, ചെറിയ പയ്യൻ, അവനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടോ മറ്റോ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിൽ കേസാണെന്ന് പറഞ്ഞിട്ടാണ് ഒഴിവാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടാണോ അല്ലാതെ. അപ്പൊ ഈ ഓഫീസർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആദ്യം മുതലേ പ്രവർത്തിക്കുമ്പോൾ ശേഷം ഒരു പ്രാവശ്യം ഇയാൾ പറഞ്ഞത് പ്രകാരം തന്നെ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇയാളെ വിളിപ്പിച്ചപ്പോൾ ഇയാളുടെ കൂടെ ലോക്കൽ സെക്രട്ടറി എന്ന് പിന്നീട് മനസ്സിലായ CPM ലോക്കൽ സെക്രട്ടറി എന്ന് പിന്നീട് മനസ്സിലായ സാജുദ്ദീൻ എന്ന് പിന്നീട് പേര് മനസ്സിലായ വ്യക്തി, അതെനിക്ക് ആദ്യം അറിയില്ല. ഈ വരുന്ന സമയത്ത് ഏതൊരു വ്യക്തി അയാൾ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ആ SI റാങ്കിലുള്ള DRO-നെക്കാളേറെ പവറുള്ള രീതിയിലുള്ള പെരുമാറ്റം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ പോലീസ് ഓഫീസർ അവർക്ക് വാങ്ങിയിട്ടാണല്ലോ പ്രവർത്തനം കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ഓഫീസർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലപ്പുറമൊന്നും പ്രവർത്തനം നടത്താനോ മറ്റുള്ള കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല, സാധാരണക്കാരെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ ഇയാളും ഉണ്ടായിരുന്ന പ്രകാരം നമ്മളോട് ഇത് സിവിൽ കേസാണ് മറ്റു കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം ഇവരോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ അനധികൃതമായിട്ട് തന്നതാണ് ഈ എഗ്രിമെന്റ് എന്നും ആ എഗ്രിമെന്റിൽ 90,000 എന്നുള്ള നമ്പർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പോലീസുകാരൻ എന്നിൽ വെച്ചാണ് പറയുന്നത്. അപ്പൊ ഈ പോലീസ് ഓഫീസർ പ്രത്യേകിച്ച് ഒരു ക്രിമിനൽ പ്രവർത്തനമൊക്കെ നടത്തിയെന്ന് നമ്മൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നില്ല. അയാൾ വരുന്നത് വേറെ രീതിയില്ല, ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് എന്നുള്ള രീതിയിലും കാര്യം തെറ്റ് അവരുടെ കയ്യിലാണെന്നുള്ള അയാൾക്ക് മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇയാൾ കോംപ്രമൈസ് എന്നുള്ള രീതിയിലായിരുന്നു. നിയമപരമായിട്ട് അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അകത്ത് വന്നിട്ട് ഹരാസ്മെന്റും പ്രവർത്തനങ്ങളും മാനസികമായിട്ടുള്ള വെല്ലുവിളിയും അതുപോലെ ഭീഷണി അതുപോലെ പൂട്ടിയിടലും ഇതൊക്കെ ഏത് കുട്ടികൾക്ക് അറിയുന്നത് ക്രിമിനൽ പ്രവർത്തനങ്ങളാണുള്ളത്. അതുപോലെ സ്വിച്ച് ഓഫ് ആക്കിയിട നിരന്തരം വെല്ലുവിളികൾ ഇതൊക്കെ നമ്മൾ വീഡിയോസൊക്കെ കാണിച്ച് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കാൻ ഇയാൾ തയ്യാറല്ല. ശേഷം എന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ കൊടുത്ത പരാതി സ്വീകരിക്കാം, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ ഡയറിയിൽ ഒപ്പിടുന്നു പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഇത് എന്ത് തരത്തിലുള്ള ഡയറി തയ്യാറാക്കിയത് മറ്റുള്ളത്. സ്വാഭാവികമായിട്ടും ഞാൻ ഇയാൾ പറഞ്ഞ പ്രകാരം ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ടും പരാതി സ്വീകരിച്ചു. റെസിപ്റ്റ് തരാൻ ഒരുപാട് 1.5 മണിക്കൂറിന്റെ അടുത്ത് ഞാൻ അവിടെ നിൽക്കുന്നത് കറണ്ടില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലാഗാക്കി നോക്കി. പക്ഷെ ഞാൻ റെസിപ്റ്റ് കിട്ടിയാലേ പോകുന്നുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയിൽ നിന്നപ്പോൾ അവസാനം ഇത് പ്രിന്റ് തരാതെ മോണിറ്ററിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ളൊരു കാര്യം ചെയ്തു തന്നു. സ്വാഭാവികമായിട്ടും ഓക്കെ ഞാൻ അത് എടുത്ത് അതായാലും കിട്ടിയാൽ മതിയല്ല, എടുത്ത് പോകുന്നു. പോകുന്ന ഒരു 8 ദിവസത്തിന് ശേഷം നമുക്ക് മൊബൈലിൽ മെസ്സേജ് വരും. ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും അന്വേഷണവും കാര്യങ്ങളൊന്നും കൂടാതെ ഒരു അന്വേഷണം കൂടാതെ ഈ പരാതി ക്ലോസ് ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് മൊബൈലിൽ മെസ്സേജ് വരാം. അത് വീണ്ടും ആവർത്തിച്ചതാണ്. എനിക്ക് ആദ്യത്തെ അവസാനത്തെ സിറ്റിംഗിൽ തന്നെ ഈ പോലീസുകാരെല്ലാം രീതിയിൽ ലഭിക്കൂലെന്ന് മനസ്സിലായതാണ്. എന്നാലും നമ്മൾ കൊടുത്ത പരാതിയുടെ റെസിപ്റ്റ് സ്വീകരിക്കണം എന്നുള്ളൊരു മാന്യമായിട്ടുള്ളൊരു പൗരന്റെ ഒരു അവകാശമാണല്ലോ. അതെനിക്കറിയാവുന്നത് കാരണം ഞാൻ അത് സ്വീകരിച്ചു പോകും. കാര്യം എനിക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടൂല. അതുകൊണ്ട് ഞാൻ അവിടെ പോകും. പോകുന്നതിന് ശേഷം ഞാൻ വീണ്ടും ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കിയെങ്കിലും ഇവരുമായിട്ടൊരു സഹകരണ മനോഭാവം ഉണ്ടാവാത്തൊരവസ്ഥ. കാര്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾക്ക് നീതി കിട്ടൂല എന്ന് അവർക്കെല്ലാം മനസ്സിലാക്കി. അവരെന്തോ കാര്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ലോക്കൽ സെക്രട്ടറിയാണല്ലോ വരുന്നത്. അപ്പോൾ പോലീസിനും അതിൻ്റെതായിട്ടുള്ള ലാഭ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. പോലീസ് എന്ന് പറയുമ്പോൾ ഈ വിമൽ കുമാർ അത്രേ പറയുന്നുള്ളൂ, അയാളാണ് ഫസ്റ്റ് ഉള്ളത്. അങ്ങനെ വന്നതിന് ശേഷം അവസാനം ഞാൻ അവിടെ പ്രവർത്തനം നടത്താൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഞാൻ വള്ളുവമ്പ പറയുന്ന സ്ഥലത്ത് ഒരു ബിൽഡിംഗ് കണ്ടെത്തുകയും ആ ബിൽഡിംഗുമായി എഗ്രിമെന്റിലേക്ക് എത്തുകയും സംസാരിക്കുകയും അത് ഫോൺ ഗൾഫിലാണ് അയാളുമായിട്ട് സംസാരിക്കുകയും ശേഷം മുക്തിയാർ തയ്യാറാക്കുകയും 10 വർഷത്തേക്കുള്ള എഗ്രിമെന്റ് ഒരു വട്ടം ഞാൻ പെട്ടു. ഇനി അങ്ങനെ സംഭവം പെടാൻ പാടില്ല. സ്പെഷ്യൽ മുക്തിയാർ തയ്യാറാക്കുകയും പവർ പെട്ടണം. കാരണം അയാൾ നാട്ടിലില്ലാത്ത കാരണം ഫാദറിന്റെ പേരിൽ അയാളെ വാടകയ്ക്ക് തരാനുള്ള റൈറ്റ് അയാൾ കിട്ടുന്ന രീതിയിലേക്ക് തയ്യാറാക്കുകയും ഒക്കെ ചെയ്ത് എല്ലാം ചെയ്തതിനു ശേഷം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉറപ്പുവരുത്തി അഡ്വാൻസും കൊടുത്ത് 10 വർഷത്തെ നോട്ടറി അറ്റസ്റ്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഞാൻ സാധനങ്ങൾ എടുക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്കറിയാലോ ഇവന്മാർ തന്തയില്ലാത്ത പണി ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ന്യായമായിട്ട് ഒരു പരിരക്ഷ എന്നുള്ള രീതിയിൽ ആരും പരാതി പറയാനുള്ളത് ലോക്കൽ സ്റ്റേഷനിലല്ലേ ഉള്ളൂ.
കാരണം നമ്മൾ സാധാരണക്കാരൻ വേണ്ടി ചെന്നിട്ട് ആദ്യം ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് അറിയിക്കാതെ നേരിട്ട് SP ഓഫീസിലൊന്നും പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ടല്ലോ. കാരണം ഞാൻ ആ സമയത്ത് നമുക്ക് കുറച്ച് ലേബേഴ്സിന്റെ ആവശ്യമുണ്ട്. ഇത് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ അതൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ആയപ്പോൾ ഞാൻ മെയ് 12-ാം തീയതിക്ക് എടുത്തുകൊണ്ട് പോവാം, സാധനങ്ങളെല്ലാം ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോകാം, ആൾ കൂടുതൽ വന്നു. അപ്പോൾ അതിന് തയ്യാറായിട്ട്, പക്ഷേ ഇവൻ ഡബിൾ ഗെയിം കളിക്കുന്ന അറിയുന്നത് കൊണ്ടും അതിനകം തന്നെ ഇവന്റെ കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് നോട്ടീസുകളൊക്കെ അയക്കുന്നുണ്ട്. ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പമ്പ വിദ്യയൊന്നുമില്ല. കാരണം നമ്മുടെ അതിൽ തെളിവുണ്ടാവും സംസാരിക്കുന്നത് ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇവൻ തന്നെ പറയുകയും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിലവിൽ നിൽക്കി ഇവൻ തന്നെ ഞാനല്ല കൂട്ടിയിട്ട് വാടക എത്ര തരാനുണ്ട്. ഏത് ജനുവരി 1 ഓപ്പണിംഗ് ദിവസം, ഡിസംബർ 14-ാം തീയതി മുതൽ 14 ദിവസം വാടക അതിന് മുമ്പ് ഉള്ളതെല്ലാവരും കൊടുത്തിട്ടുണ്ട്, നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 14 ദിവസം പെൻഡിങ്ങിൽ വാടക കൊടുക്കാൻ ന്യായമായിട്ട് അവിടെ നടത്താനുള്ള റൈറ്റും ഇയാള് പിന്നെ നമ്പർ ശരിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ തരാം, പിന്നെ ന്യായമായിട്ട് കൊടുക്കണം. പക്ഷേ അയാൾ ജനുവരി 1-ാം തീയതി മുതൽ മതി എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ള കാരണം ഇയാൾ കാരണം കൂടിയാണല്ലോ ഇത്രയും ലാഗ് ആവാൻ പോകുന്നത്, അത് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ നിലവിൽ ഞാൻ ഡിസംബർ മാസത്തെ വാടക തരണ്ടാണ് അയാൾ അവകാശം പറഞ്ഞിട്ടുള്ളത്. കാരണം അയാളോട് ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരണം, നമ്പർ ഇത് പ്രോപ്പറല്ല, പഞ്ചായത്തിൽ പോയി മനസ്സിലാക്കുന്നു, അതൊന്നും ശരിയാവാത്തോളം ഞാൻ എന്നെ ബാധിക്കില്ല. അത് പറയുമ്പോൾ സ്വാഭാവിക അയാൾ കാരണമാണ് ലാഗ്. അത് വേറെ വിധത്തിൽ കുറേ ശ്രമിക്കണം പറഞ്ഞിട്ട് അന്ന് എസ്കേപ്പ് ആയി ഞാൻ പറഞ്ഞല്ലോ, നല്ല നമ്മുടെ ഭാഗത്തുനിന്ന്. പിന്നീടാണല്ലോ ഇയാൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി വരാൻ തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ ഞാൻ ജനുവരി 1-ാം തീയതി മുതൽ ഫെബ്രുവരി പിന്നെ 31 വരെയുള്ള വാടക ഞാൻ കൊടുക്കേണ്ടതാണ്. ആ വാടക കൊടുക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ജനുവരിയിലുള്ള ഓപ്പണിംഗ് മുതൽ അതിനു മുമ്പ് പല രീതിയിലുള്ള പ്രവർത്തനം തടസ്സപ്പെടുത്തി പ്രവർത്തനം നടത്താൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ ന്യായമായിട്ട് ഞാൻ കൊടുക്കേണ്ടതുണ്ടോ എനിക്കറിയില്ല. ഇനി ആണെങ്കിൽ തന്നെ ഇയാൾക്ക് ന്യായമായിട്ട് കോടതിയിലോ മറ്റോ ചെന്നിട്ട് എനിക്കെതിരായിട്ട് ഓർഡർ വാങ്ങിക്കാമല്ലോ, വാടക വാങ്ങുന്നുണ്ട്. അതൊന്നും ചെയ്യാതെ ഗുണ്ടായിസം കാണിക്കുക നമുക്ക് ന്യായമാണ്. ഗുണ്ടായിസം കാണിച്ചതിന്റെ പേരിൽ കൂടിയാണല്ലോ നമ്മൾ പിന്നെ തമ്മിൽ അവിടെ യോജിച്ച് പോകാൻ സാധിക്കില്ല. അവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറായിട്ട് ജനുവരി 1 അടക്കം ഞാൻ ഇറങ്ങാൻ തയ്യാറായിട്ട് നടക്കുന്നത് അല്ലേ. അതാ അനിയനുമായി സംസാരിക്കുന്ന വോയിസിനെല്ലാം വ്യക്തമാണല്ലോ. അയാളൊരു കോംപ്രമൈസിൽ പറയുന്നത് ഇവിടെ സാധിക്കില്ല എങ്കിൽ ഞാൻ ഇറങ്ങിക്കോളാന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഇങ്ങനെയൊക്കെ നിലവിൽ നിൽക്കുക പിന്നെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക, അതിന് സ്വന്തം ചോരകൾ പോലും പിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ തയ്യാറാവാത്ത അല്ലെങ്കിൽ അവനെ അംഗീകരിക്കാത്ത വ്യക്തിയെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഫഹദും ലോക്കൽ സെക്രട്ടറി സാജുദ്ദീനും അല്ലെങ്കിൽ പോലീസ് ഓഫീസർ വിമലും എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ അവർ എന്തെങ്കിലും ചില്ലറ കൈപ്പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഉടായ്പകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പൗരനെ ക്രൂശിക്കാൻ വേണ്ടി ഇവർക്ക് ഒരു കുറുമണി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ശുദ്ധ തെമ്മാടിത്തരല്ലേ. കാര്യം ഇയാൾ പോലീസ് ഓഫീസർ ദുരുപയോഗം ചെയ്യുന്നത് അയാളെ യൂണിഫോമാണ്, അയാളെ ജോലിയാണ് ഈ ദുരുപയോഗം ചെയ്യുന്നത്. പാർട്ടിക്കാരും അതുപോലെ തന്നെ പാർട്ടിയെ ദുരുപയോഗം ചെയ്തിട്ടാണ് ഒരു ക്രിമിനലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ വരുന്നത്, അത് മനസ്സിലാക്കണം. അങ്ങനെ ഇരിക്കെ പിന്നെ പരാതികള് ശേഷം ഞാൻ മെയ് 11-ാം തീയതി സ്റ്റേഷനിൽ പോയിട്ട് കാര്യം ഇവൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഡബിൾ ഗെയിം കളിക്കും. അതോ ശനിയാഴ്ച വൈകുന്നേരം ഞാൻ അത് അന്ന് യാദർശികമായിട്ട് CA കാണാനുള്ള ഒരു അവസരം കിട്ടി. CAയോട് ഞാൻ കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു. ഇവൻ തന്ന ഈ പിന്നെ ഫോട്ടോസ് വക്കീൽ നോട്ടീസും മെൻഷൻ ചെയ്തിട്ട് പരാതി തരാൻ CA ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ അതിന്റെ ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ CAയുടെ കയ്യിൽ കൊടുത്തു. CA എന്റെ അടുത്ത് അശ്വിത് എന്ന് പറഞ്ഞ CA വന്നിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലാണോ ഇതുപോലെ ഒരു ഇത്രയും സമയമായിട്ട് ഒരു സ്ഥാപനം പൂട്ടിയത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. CAയും അവിടെ സെയ്ഡ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, അയാളും പറയുന്നത് നമ്മുടെ നാട്ടിലാണോ നീ പറയുന്നത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്രയും പിന്നെ സമയം 3 മാസം പൂട്ടിയിട്ടെന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് ഞങ്ങൾ അന്വേഷിക്കും, ന്യായമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കി. അപ്പൊ ഞാൻ പറയുന്നത് ഒരു പലഹാരം ഉണ്ടാക്കാൻ പറ്റില്ല സാറേ. കാര്യം എന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ടുള്ള അവസരം തന്നാൽ മതി. കാരണം ഇനിയും ഞാൻ നാളത്തേക്ക് ആളുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വയറിംഗ് ഊരാനുള്ള ആൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കാര്യം ഇലക്ട്രീഷ്യൻ സമയം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ പരിഹാരം ഉണ്ടാക്കിയിട്ട് എനിക്ക് കാര്യമില്ല, ഞാൻ സ്വമേധ എനിക്ക് പോകാൻ തയ്യാറാണ്. അതിനും തടസ്സം നിൽക്കുന്നതാണ് എന്റെ പേടിപ്പോ. അപ്പൊ ഈ പരാതി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞിട്ട് അയാൾ നമ്പറിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അയാളോട് റാഫിയോട് നാളെ പിറ്റേ ദിവസം 12-ാം തീയതി മെയ് 12-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാവാൻ CA ആവശ്യപ്പെട്ടു. അത് പ്രകാരം എന്നോടും പറഞ്ഞു നാളെ അവസാനമായിട്ട് ഞാനല്ലേ നീ വാ എന്നും പറഞ്ഞോട്ടു. എന്നോട് പിന്നെ സെയ്ദ് എന്ന് പറയുന്ന പോലീസുകാരൻ പറഞ്ഞു CA ആയിട്ടല്ലോ നമുക്ക് നോക്കാൻ ബാക്കി അങ്ങനെ ഉണ്ടായി നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞപ്പോൾ ഞാനും പ്രതീക്ഷയിൽ ഓക്കെ പണിക്കാരോട് വിളിച്ചു പറഞ്ഞ നാളെ വരണ്ട, ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ട്, കോംപ്രമൈസ് ചെയ്യാനുള്ള രീതിയിലോ മറ്റോ ആവാം CA ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അയാൾക്ക് കേസെടുക്കാൻ ഞാൻ പ്രതീക്ഷിച്ചു. നിയമമായിട്ട് എന്തെങ്കിലും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേസൊക്കെ എടുക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം പിറ്റേ ദിവസം ഞാൻ ചെന്നു. ഞാൻ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അവിടെ അങ്ങനെ ഒരു വ്യക്തി അതുവഴി വന്നില്ല. CA റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട വ്യക്തി പിന്നെ വന്നില്ല എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് CA പിറ്റേ ദിവസം കുറച്ചു നേരം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞായറാഴ്ച അയാൾ തിരക്കിപ്പെട്ടത് കൊണ്ടാവാം. പിന്നെ PR-ന്റെ കയ്യിൽ തന്നെ ഇത് പന്ത് ചെന്നെത്തിപ്പെടുന്ന ഒരു അവസ്ഥ, അഥവാ ഈ വിമലിന്റെ കയ്യിൽ തന്നെ പഴയ ഇതിന് പുതിയ കുപ്പിയിൽ ആ രീതിയിലുള്ള അവസ്ഥ വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വിമൽ സാറിനോട് അഥവാ വിമലിനോട് അങ്ങനെ പറയുന്നുള്ളൂ, കാരണം അത്രയും ദ്രോഹിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അദ്ദേഹത്തോട് ഞാൻ സാറേ മാന്യമായിട്ട് വിളിക്കുന്നത്, സാറേ അയാൾ ഇതുവരെ വന്നില്ലല്ലോ, 1 മണിയായ സമയം നമ്മൾ മനസ്സിലാക്കണം. 10 മണി മുതൽ 1 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. സാറ് തലേ ദിവസം പറഞ്ഞതാണ് ഇയാളോട് വരണം, ഇയാൾ വന്നിട്ടില്ല പറഞ്ഞപ്പോ അയാള് ആദ്യം മൈൻഡ് ചെയ്യില്ല, 2ാമത് മൈൻഡ് ചെയ്യില്ല, 3ാമത് പറഞ്ഞപ്പോ പിന്നെ കാര്യമില്ല മനസ്സിലാക്കിയപ്പോൾ ഞാൻ CA അപ്പൊ വന്നു. CAനോട് ഞാൻ പറഞ്ഞു സാറേ എന്റെ കാര്യം ഒന്നും ആയില്ല, ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായെന്ന് ചോദിച്ചു. അപ്പൊ എന്താണ് ഇയാളോട് ചോദിച്ചിട്ടുണ്ട് വിമലോട് എന്തായി കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ഈ വിമൽ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ഇയാളെ പച്ചക്ക് തെറ്റിദ്ധരിക്കുന്നത് ഞാൻ കേൾക്കുകയാണ്. നമുക്ക് കേൾവിക്കുറവൊന്നുമില്ലല്ലോ, കാണുന്നില്ല കേൾക്കുന്നുണ്ട്.
ബിൽഡിങ്ങിനകത്ത് വെച്ചിട്ട് അവനെ രജിസ്റ്ററിൽ എന്തോ കോടതിയിൽ ഇത് പൊയ്ക്കോളാന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഏത് ഒരു പോലീസ് ഓഫീസർ നമ്മളോട് പറയാതിലൊന്ന് ഒപ്പിടും, റെസിപ്റ്റ് ബാക്കി അവിടെ പോയിട്ട് കൈപ്പറ്റിക്കോ. അഥവാ ഈ പരാതി നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യം. അതേസമയം അവനോടും ഇത് ഒപ്പിടിപ്പിച്ചിട്ട് വാങ്ങുന്നുണ്ട്. നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? കോമൺ സെൻസ് ഉള്ള എന്താ പ്രതീക്ഷിക്കുക? നമ്മൾ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഇത് അയാൾ അങ്ങനെ രീതിയിൽ പിന്നെ ഡൈവേർട്ട് ചെയ്തു കാര്യം. ഇയാളൊരു പിന്നെ കുരുട്ടുബുദ്ധി നോക്കണം. അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ടും ഇത് പറഞ്ഞപ്പോൾ ഞാൻ അന്തടിച്ചു. കാര്യം ഞാൻ അങ്ങനെ അല്ലല്ലോ സംഭവം. എന്നിരുന്നാൽ പോലും മുഴുവൻ രീതി കിട്ടൂലെന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ മെയ് വരെ സമയം എത്തിച്ചിട്ട് ഞാൻ സാധനം എടുത്തുകൊണ്ടാണ് വേറെ ബിൽഡിംഗ് ഒക്കെ തയ്യാറാക്കി പോകുന്നത്. അപ്പൊ അതും ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിലേക്ക് ഇയാൾ കൊണ്ടും ഇത് സിവിൽ കേസാണ്, സിവിൽ മാജിസ്ട്രേറ്റ് പോകണമെന്നുള്ള രീതിയിൽ ഡൈവേർട്ട് ചെയ്യണം. അപ്പോ സിഐക്ക് നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ഒരു സ്ഥിതി വന്നു. കാര്യം ദൈനംദിനായിട്ട് കാണുന്ന ഓഫീസർ പറയുമ്പോൾ അയാൾ അംഗീകരിക്കുമല്ലോ. പിന്നെ കൂടുതൽ നമുക്ക് വോയിസില്ല. ഞാനും സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് വന്നിട്ടില്ല, എനിക്ക് അത് പറഞ്ഞാൽ മതി. അപ്പൊ സിഐ പിന്നെ പോയി എന്തോ തിരക്കിൽ വിട്ടിട്ട് ഇന്നലെ വീണ്ടും ഇതുപോലെ തന്നെ ലാഗ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഒരു 1:30 മണിയായപ്പോ ഞാൻ സാറേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തിട്ടാ, അല്ലെങ്കിൽ ഞാൻ പോകണമെന്നോ. നീ പോരൊക്കെ എന്താണെന്ന് വെച്ച് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞ സിഐ പറഞ്ഞതല്ലേ സാറേ പിന്നെ നിങ്ങളോട് നടപ്പം ഞാൻ എന്റെ പണി ചെയ്തോളാം, നീ എന്നെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇയാൾക്ക് മനസ്സോടെ വിളിക്കുന്നുണ്ട്. പച്ചക്ക് വിളിച്ചിട്ട് പറയുന്നത് ഇക്ക നിങ്ങൾ വരണമെന്നില്ല. ഏത് അങ്ങനെ മനസ്സിലാക്കാലോ. ഇക്ക കാഫിയെ വിളിക്കുക, ഇക്ക നിങ്ങൾ വരണമെന്നില്ല, ഇത് ഞാൻ തീർത്തോളാം, അവൻ പോയിക്കോളും ഞാൻ കേൾക്കുന്ന രീതിയിൽ. അഥവാ എന്റെ ശേഷം വന്ന എല്ലാം പരാതികളും സംസാരിക്കുകയും മറ്റും തീർത്ത് അയച്ചതിന് ശേഷം ഞാൻ അവിടെ ഒറ്റ നിൽക്കുക. എന്നിട്ട് എന്റെ മുന്നിൽ തന്നെ നമ്മളെ പുച്ഛിക്കുന്ന രീതിയിൽ ഇയാൾ പറയുന്നത് ഇക്ക നിങ്ങൾ പോയിക്കോന്ന് പറയുമ്പോൾ ഞാനിത് പച്ച കേട്ടതിന് ശേഷം ഫോൺ വെച്ചതിന് ശേഷം ഞാൻ അകത്ത് കയറിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു. കുറച്ച് സംസാരം ആവുന്നുണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ആളെ വെച്ചിട്ട് എടുക്കാൻ എന്റെ പിന്നെ എനിക്ക് വാടക തന്ന സ്ഥാപനത്തിൽ എനിക്ക് കയറാനുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ കയറിയിട്ട് സാധനങ്ങൾ എടുക്കാനുള്ള സംഭവം പരിപാടി നോക്കുന്നുണ്ട്. അതൊരു ബ്ലോഗറിൽ കൊണ്ടാണ് പോകുന്നത്, വീഡിയോസ് എടുക്കുന്നുണ്ട്. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ ആവശ്യപ്പെട്ട് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പൊ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പരാതി തന്നിട്ടുണ്ട്. ഇതാണ് പരാതി, അവൻ തന്നിട്ടുണ്ട്. അതും സാറ് അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നത്. കാരണം നിവൃത്തിയില്ല എനിക്ക്. കാര്യം 3.5 മാസമായിട്ട് ഇവിടെ വന്ന് കയറി ഇറങ്ങുകയാണ്. ഒരു മനുഷ്യനും തന്നെ ജീവിക്കാനുള്ള ആകെ ഒരു നിവൃത്തിയാണ്, അത് ഇല്ലാതാക്കിയിട്ടാണ് ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പോലീസുകാരുടെ കയ്യിലല്ലാതെ പിന്നെ ഞാൻ എവിടെ വന്നിട്ട് പരാതി പറയേണ്ടത്? ഇതിന്റെ സിവിൽ ഈ കാര്യം വാടക കാര്യങ്ങളൊക്കെ സിവിലാണ്. അത് അയാൾക്ക് തെളിയിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് വാങ്ങാം. എനിക്ക് നഷ്ടപരിഹാരം വേണ്ടതുണ്ട്, അത് ഞാൻ സിവിലായിട്ട് പോവാം. പക്ഷെ ഈ പൂട്ടിയിട്ട് സിവിലല്ല. ഒരു വ്യക്തിക്ക് പൂട്ടിയിടാനുള്ള അധികാരമില്ല. അത് വീണ്ടും ഞാൻ പറയുന്നു, ഒരു വ്യക്തിക്ക് പൂട്ടിയിടാനുള്ള അധികാരമില്ല. ഒരു പൂട്ടി എന്തിന്റെ കാരണം കൊണ്ടായാലും പൂട്ടിയിടാനുള്ള അധികാരമില്ല. അത് ഞാൻ തെളിയിക്കാം. ഓക്കെ, ഞാനിപ്പോ എന്തായാലും ശരി, ഞാൻ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, സാർ അത് തരില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. ശേഷം ഞാൻ മനസ്സിലോടെ അവിടെ ഇറങ്ങിപ്പോയി. ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങോട്ട് കോൾ വരുന്നത് ഞാൻ ഫഹദാണ്. പിന്നെ ശേഷം ഇയാൾ പറയുന്നത് ഞാൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് CPM-ന്റെ. എനിക്ക് മനസ്സിലായി ഇത് സ്വാഭാവികമായിട്ടും ഞാൻ സ്റ്റേഷനിൽ പോയത് അന്നേ ദിവസം ഇയാൾ അറിഞ്ഞു. അഥവാ ഇയാൾ ചോർത്തി കൊടുത്തു, ഇന്ന വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അവൻ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് മൗനസമ്മതം കൊടുത്തു. ആര് ഭീമൽ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇയാൾ വിളിക്കുന്നതല്ല ഞാൻ അവിടെ വരുന്നോ വരാതിരുന്നോ ഇയാളെ ഞാൻ അറിയിച്ചിട്ടില്ല, ബ്രാഞ്ച് സെക്രട്ടറിനെ അറിയിച്ചിട്ടില്ല, റാഫിനെ അറിയിച്ചിട്ടില്ല. ഇവരെങ്ങനെ പറയുന്നു? അപ്പോ പിന്നെ ഇതിനെന്താ മനസ്സിലാക്കേണ്ടത്? ഒരു പോലീസ് ഓഫീസർ ന്യായമായ കാര്യങ്ങൾക്ക് നിൽക്കുന്നതിന് പകരം ഗുണ്ടകൾക്കും പിന്നെ പക്ക വേറെ രീതിയിൽ പറയേണ്ടത് ഞാൻ പറയുന്നില്ല, ഇന്ന വ്യക്തികൾക്കൊക്കെ ഒരുതരം വൈകൃത സ്വഭാവത്തോടു കൂടി സമീപിക്കുക. ഒരു ന്യായം കിട്ടേണ്ട ഒരു പൗരന്റെ കാര്യത്തിൽ ചിന്തിക്കുക. എന്റെ സാധനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഒരാൾ അവസാനം ഇയാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ ഫഹദ് അതൊന്ന് കേട്ടു നോക്കുക. കുറച്ച് കാര്യങ്ങളൂടെ. എന്റെ പേര് ഫഹദ്, CPM-ന്റെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ആയിക്കോട്ടെ ഫഹദ്, സീറ്റോ ഞാൻ കഴിച്ച എന്ത് പരാതി കൊടുക്കാന്? ഇത് സ്വാഭാവികമായിട്ട് ഇച്ച് പൂട്ടിയിടും തടയുന്നുള്ള ആദ്യത്തെ ഭീഷണിയൊന്നും കാര്യമില്ല. ഇതിപ്പോ പറഞ്ഞതാണ് 7 മാസത്തെ ഇനിയും കാലാവധിയുള്ള ബിൽഡിങ്ങിൽ നിന്ന് സാധനം പുറത്തുവിടുന്നത് ആവശ്യപ്പെട്ടോ പറഞ്ഞു. ആർക്ക് അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് എടുക്കാൻ സമ്മതിച്ചാ പോരാ, അത് അതിന് സമ്മതിക്കൂല. ആര്? ഞങ്ങളുടെ 4 മാസം മുമ്പ് ഇജാണ് സമ്മതിച്ച് പൂട്ടിട്ടിരുന്നു ഞങ്ങളെന്ന്. പിന്നെ ഞാൻ എന്തിനാ വാടക തുറന്നാ കിട്ടുന്ന പോലല്ലേ? പൂട്ട് തുറന്നാ കിട്ടോ? എങ്ങനെ അച്ചി പൂട്ട് തുറന്നാ പോലെ എനിക്ക് അനക്ക് പൂട്ടിടാനുള്ള അധികാരം ഉണ്ടായിരുന്നോ? ആർജിച്ചിട്ട് പൂട്ടിട്ടത്? അത് എന്റെ ബാപ്പാന്റെ ബിൽഡിങ് ഞാൻ എടുക്ക. എന്റെ ബാപ്പാന്റെ ബിൽഡിങ് ഇഷ്ടം ഞാൻ പൂട്ടിട്ടും തീരുമാനിച്ചത്. അതാ ഇടാൻ പറ്റില്ല. ആര് പറഞ്ഞു? ഏത് നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ചോദ്യം. ന്യായമക്കാർ മയമാന്ന് പറഞ്ഞു. ഏത് നിയമത്തിന്റെ ഭാഗം? ഒരുപാടുണ്ട്.
അനാവശ്യമായിട്ടുള്ള രീതിയിൽ ഒരുപാട് ഹരാസ്മെന്റ് മിഷനറീസ് കത്തിക്കും, ഇത് എന്റെ മുതലുകളെല്ലാം ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. പച്ചക്ക് പറയാണ്, നീ പോലീസ് സ്റ്റേഷനിലല്ല എവിടെ പോയാലും നിനക്ക് കിട്ടില്ല, പാർട്ടി ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞാൻ ഉള്ളിടത്തോളം കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല, പുറത്ത് കത്തിക്കും എന്നൊക്കെ പച്ചക്ക് വെല്ലുവിളിക്കാം. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, പ്രതീക്ഷിക്കണം എന്താ ഇവന് പറയെങ്കിലും ഇതൊക്കെ ചെയ്യുമോ, ഇതൊക്കെ ഒരു വായിടിത്തരം കൊണ്ട് പറയാനുള്ള രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ അതല്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഞാനിത് വോയിസ് റെക്കോർഡാ, നീ റെക്കോർഡോ എന്തോ പുല്ലോ വേണമെങ്കിൽ ചെയ്തോ, അനാവശ്യമായിട്ട് ഞാനത് പറയാൻ പറ്റില്ല. ആ രീതിയിലൊക്കെ ഇയാൾ പറയുന്നത്. പരിശ്രമിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം ഒന്നും പറയാൻ പറ്റില്ല. ഇവനൊക്കെ എന്ന് പറയുമ്പോൾ ഇത്തിക്കണ്ണിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഏതെങ്കിലും ഒരു പാർട്ടിന്റെ ലേബലിൽ ഇതുപോലുള്ള ഇത്തിക്കണ്ണികൾ വരും. അത് ഓല് പറയുന്നത് സമ്മർദ്ദപ്പെടുത്തിയിട്ടും മറ്റു നേതൃത്വത്തിന് കയ്യിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിയെടുക്കാനും ജനങ്ങളെ മുന്നിൽ പിന്നെ എല്ലാ സംഭവങ്ങളാണെന്ന് പറഞ്ഞ് മേനി അടിച്ച് നടക്കാനും അതുപോലെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കും കാര്യം പിന്നീട് ഞാൻ മനസ്സിലാക്കുന്ന ഈ പിന്നെ അതെന്ന് പറയുന്നവൻ എന്റെ കുടുംബ സുഹൃത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് തെമ്മാടിത്തരത്തിന് കൂട്ടുന്നു, ഇതാണ് തന്തയില്ലായ്മക്ക് കൂട്ടുന്നു അങ്ങനെ പറയേണ്ടി വരും അല്ലെ. അതിന് പാർട്ടി സംവിധാനങ്ങളെ ശേഷം, കാരണം പിന്നീട് നമ്മൾ ഒരു വഴിയില്ലാത്തത് കൊണ്ട് എന്റെ അത്രയും 10-40 ലക്ഷം റുപ്യന്റെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പുറമെ ഇത്രയും ഗുഡ്വില്ലും കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം മാസങ്ങളായിട്ട് പൂട്ടിക്കിടക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ സാമാന്യ ബുദ്ധിയുള്ളതാണ്. അതുപോലെ തമിഴ്നാട്ടിൽ ഇവിടെയൊക്കെ സ്ഥാപനം നടത്തിയിട്ട് ഒരു മനുഷ്യന് 10-15 ജോലി കൊടുത്തിട്ട് ഒരു മനുഷ്യന് മാസങ്ങളായിട്ട് ഒരു നിസാര കാര്യത്തിന്റെ പേരിൽ ഒരുത്തിന്റെ ഈഗോന്റെ പേരിലും അതുപോലെ അധികമായിട്ട് ഉണ്ടാക്കിയ ബിൽഡിങ്ങിന്റെ പേരിൽ പൂട്ടിക്കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എമൗണ്ട് തിരിച്ചു കിട്ടൂല. അതുപോലുള്ള പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം സമയത്തിന് സാധനങ്ങൾ ഡെലിവറി കൊടുത്താലേ കാര്യങ്ങളൊക്കെ തിരിച്ചു പോരുള്ളൂ. അപ്പൊ പൂർണ്ണമായി നശിക്കും. 10-12 കൊല്ലം ഞാൻ ഉണ്ടാക്കിയിട്ട് ഗുഡ്വിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇല്ലാത്ത പൈസയൊക്കെ കെട്ടുകാലി വരെ പണം വെച്ചിട്ടാണ് ഓരോ സംരംഭകനും ഈ കാര്യത്തിൽ ഞാനും ഓരോ കാര്യങ്ങൾ പിന്നീട് ചെയ്തു പോകുന്നത്. അങ്ങനെ ഇരിക്കെ ഇയാൾ ഭീഷണിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തം മുതൽ നശിച്ചു പോകുന്നതിലാണ് നല്ലത് അവിടെ പോയിട്ട് സാധനങ്ങൾ എങ്ങനെ കൈകാലം പിടിച്ചെടുത്തോണ്ട് വരാനുള്ള ഉദ്ദേശത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ചെല്ലുന്നുണ്ട്. പുറകെ വണ്ടിയുമായി വരാൻ പറയുന്നുണ്ട്. ആരോട്? ഡ്രൈവറോടും മറ്റും. അപ്പോ എന്റെ വണ്ടി തന്നെയാണ്. അപ്പോ അത് പ്രകാരം സ്വാഭാവികമായിട്ടും ഇവന്റെ റോഡ് സൈഡിൽ അഥവാ എനിക്ക് വാടക തന്ന ബിൽഡിങ്ങിന്റെ മുന്നിൽ നിന്ന് 8 പ്രാവശ്യം അവന്റെ ഫോണിലേക്ക് ഞാൻ വീണ്ടും 8-10 പ്രാവശ്യം വിളിച്ചു നോക്കുന്നുണ്ട്. ഡേറ്റ് ഞാൻ ഇതിലേക്കാണല്ലോ, ഫോൺ എടുക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും കുറെ ശ്രമിച്ചു നോക്കി. ഇവൻ അകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. വീടിനകത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഏതൊരു വ്യക്തിയായാലും ഒരു പോസ്റ്റ് ഓഫീസർ ഏതൊരു ഓഫീസർ ആയാലും എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ പോയി അന്വേഷിക്കാനല്ലാണ്ട് എന്താ ചെയ്യും? ഞാൻ മാന്യമായിട്ട് എന്റെ വീട്ടിൽ പോയിട്ട് ബെല്ലടിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ഇട്ട ഒരു വിൻഡോ ആണ് പുറത്തുള്ളത്. അപ്പോൾ ഉള്ളിലുള്ള വ്യക്തിക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. പുറത്തുള്ള വ്യക്തിക്ക് ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ട് വീട്ടിൽ ചെന്ന് നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ബെല്ലടിച്ചു. ഇവൻ പുറത്ത് വന്നിട്ട് ആദ്യം വിളിക്കുന്നത്, പുറത്തുകൊണ്ട് വന്നിട്ട് ആരാണ് നായിന്റെ മണി ഒക്കെയാണ് സംസാരം. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്റെ ചാവിത അത് ഈ പൂട്ടുക, ചാവിത നീ പൂട്ടിട്ടല്ലേ, പൂട്ട് തുറന്നതാ, ഞാൻ എന്റെ സാധനങ്ങൾക്ക് പോയിക്കോളാം. അപ്പൊ അവന് ഒരു ഉളുപ്പില്ലാതെ വാടക ചോദിക്കാം. അതുവരെ അവൻ തന്നെ പൂട്ടിയിട്ടിട്ട് ആ നാളിക്ക് വാടക വേണം. നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട്. അപ്പൊ എന്തായി പ്രശ്നം ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവച്ചത് എങ്ങനെയാ? ഇത് വാടക പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി വെച്ചു. അഥവാ ജനുവരി 1 മുതൽ ഞാൻ വാടക കൊടുക്കാൻ ബാധ്യതയില്ലാത്ത ഞാൻ അന്ന് മുതൽ പറയുന്നുണ്ട്, ഇതിന്റെ പ്രശ്നങ്ങൾ തീർത്തിട്ടാ എനിക്ക് തുടങ്ങണം, എന്നാലേ വാടക തരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. വാടക സ്റ്റാർട്ടായിട്ടില്ല, അതിന് മുമ്പ് തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഒരു ഉളുപ്പില്ലാതെ ഒരു മനുഷ്യനാണ് അവനൊക്കെ ചിന്തിച്ചു. എന്നാലും സ്വാഭാവികമായിട്ടും ഒന്ന് ലൗഡാണ് പ്രയാസം വരുന്നു മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവിടുന്ന് പുറത്തേക്ക് വലിയുന്നുണ്ട്. അപ്പൊ അവന് ഒരു ആളെ കൂട്ടിയിട്ട് കാര്യം ഈ പോലീസ് ഓഫീസർ അറിയിച്ച പ്രകാരം അവിടെ ഒക്കെ എന്നെ എന്റെ ഭാഗമായിട്ട് പോലെ സംസാരിക്കുന്നുണ്ട്. കാര്യം എന്താ അധികാരം പറയാം. കാരണം ആ സമയത്ത് നിലവിൽ എഗ്രിമെന്റ് സ്ഥാപനത്തിൽ ഇറക്കാൻ പറ്റൂല, കൂട്ടിയിട്ടിട്ടുണ്ട് എന്നൊക്കെ വെല്ലുവിളിക്കാൻ, മോശം നോക്കി വെല്ലുവിളിക്കാൻ അവരുടെ അധികാരം. അവനെതിരായിട്ട് കേസെടുക്കണം, കേട്ടില്ല. മനസ്സിലായി? അഥവാ ഒരു സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിക്ക് കടന്നു പോകാനുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്തേക്ക് തടസ്സം നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ക്രിമിനൽ കുറ്റമാണ്. ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഞാൻ 10 ലക്ഷം രൂപ പറഞ്ഞതാണ്. അപ്പൊ അതിന് വകുപ്പുകൾ ചോദിച്ചാൽ വകുപ്പുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. വീഡിയോ കാണിച്ചിട്ട് ശേഷം CIന്റെ നമ്പർ അപ്പൊ ശേഷം നമ്മൾ എന്റെ ആ വീഡിയോ സംസാരിക്കല്ലേ, ഈ പെണ്ണ് കേസിൽ കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. കാര്യം ചെറ്റ വർത്താനം തമ്പക്കുളി അതുപോലെ തന്നെ അവന്റെ പെണ്ണുങ്ങളെ കയറി പിടിച്ചു. കാര്യം അത് മുമ്പും KCB-കാരും അതുപോലെ തന്നെ കറണ്ട് പണിക്കാരൊക്കെ അവന്റെ പെണ്ണുങ്ങളെ കയറി പിടിച്ചു അല്ലെങ്കിൽ നോക്കിന്നൊക്കെ പറഞ്ഞവനാണല്ലോ. ഈ തറ നമ്പർ എടുക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ വേഗം വലിക്കും. കാരണം വീട്ടിൽ നിൽക്കുന്ന സേഫ്റ്റി ഇല്ല. പുറത്തേക്ക് വന്നപ്പോൾ ഇവൻ അനാവശ്യമായിട്ട് വന്നിട്ട് ഒരുപാട് ഇവർക്ക് പിന്നെ മറ്റൊക്കെ ഇവൻ പ്രതീക്ഷിച്ചതാണല്ലോ അവിടെ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്യണം, കാര്യം പോലീസ് അറിയിച്ചിട്ടുണ്ടാവണം. അല്ലാതെ ഒന്നും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അത്രയും ആൾക്ക് അവന് ഒരു ഞായറാഴ്ച ആയിട്ട് കൂടി വന്ന് സംഘടിച്ച് നിന്ന് ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ആക്രമിക്കുകയാണ് അഥവാ അനാവശ്യമായിട്ട് വന്ന് തട്ടി കയറിയിട്ട് ആക്രമിക്കുക.
ആക്രമിച്ച് എന്റെ കൈ പൊട്ടിക്കുന്നുണ്ട് ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ വീണ്ടും സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുന്നുണ്ട്. അവിടുന്ന് ഓടി കുറച്ച് പുറകോട്ട് മാറിയതിന് ശേഷം സ്റ്റേഷനിൽ അറിയിക്കുന്നുണ്ട്. അറിയിച്ചപ്പോ സ്വാഭാവികമായിട്ട് നല്ല പോലീസ് ഓഫീസർ ഏതോ ഒരുത്തൻ ഫോൺ എടുത്തിട്ടുണ്ട്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കേട്ടതിന് ശേഷം വണ്ടി വിടാമെന്നും പറഞ്ഞ് വിട്ടിട്ടുണ്ട്. വിട്ടതിന് ശേഷം പോലീസ് വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇവർ കാണുന്നത് നമ്മൾ ആക്രമിക്കുന്നതാണ്. ബ്രാഞ്ച് സെക്രട്ടറി ഫാദും മറ്റൊക്കെ. അപ്പൊ പക്ഷെ ഇത്ര തരത്തിൽ ആക്രമിച്ചിട്ടും പിന്നെ ഇതൊക്കെ പോലീസുകാർക്ക്, അഥവാ അന്ന് ആ സമയത്ത് 2 SI റാങ്കിലുള്ള ശിവദാസനും ശ്രീനിയും ആ സമയത്ത് വന്നിട്ടുണ്ട്. പിന്നീട് അവരുടെ പേരൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ കുറെ പോലീസുകാർ വന്നിട്ടുണ്ട്. ഇവരൊക്കെ കണ്ട് ബോധ്യപ്പെട്ട സമയത്ത് ഇവരോട് ചോദിക്കുന്നത് തൊപ്പി ധരിപ്പിക്കുന്ന നായ്ക്കളെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പോലീസുകാരോട്. ഞങ്ങൾ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, ലോക്കൽ സെക്രട്ടറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഒരേ സമയം ഉണ്ട്. ഫഹദുണ്ട്, സാജിദിനുണ്ട്, വീഡിയോയിൽ കാണാം. ബാക്കി വെല്ലുവിളി ഗുണ്ടായിസം. എന്തിന്? ഒരു സാധാരണക്കാരന്റെ ഉപജീവന മാർഗം. അത് മാന്യമായിട്ട് 5 മിനിറ്റ് മാണ്ട കോമൺ സെൻസ് ഉള്ളവന് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്താ സത്യം. ഇതൊക്കെ അറിഞ്ഞിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു ചെറ്റയ്ക്ക് വേണ്ടിയിട്ട്, അഥവാ കുടുംബം പോലും അംഗീകരിക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ അഴിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതിനും പുറമെ അവനെ സംരക്ഷിക്കുക, അവന് വേണ്ടിയിട്ട് നാവായി മാറാം, അതിന് പാർട്ടിയെ ബലിയാടാക്കുക. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുള്ള ആദ്യമൊക്കെ ഒരു പാർട്ടി സംവിധാനത്തെ ബലിയാടാക്കുക. ആ പാർട്ടിയുടെ പേരിലാണല്ലോ അവനെ ഞാൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഒപ്പം തീർക്കുന്നതൊക്കെ പറയുന്നത്. രണ്ടുപേരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പോലീസ് ഞങ്ങളെയും കൊണ്ട് അവിടെ പോവുക, അഥവാ എന്നെയും എന്റെ അനിയനെയും വണ്ടി കയറ്റിയിട്ട് പോവുക. പോയി സ്റ്റേഷനിൽ എത്തുന്ന പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ എന്റെ അഥവാ ഡ്രൈവർ മുമ്പിലും വിളിച്ച് പറയുന്നുണ്ട് അവിടെ ഇവര് തന്നെ ഇവരെ വീടിന്റെ ഗ്ലാസ് ഒക്കെ അടിച്ചു പൊട്ടിക്കുന്നു. ഞാൻ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തി. അപ്പോ സത്യാവസ്ഥ പോലീസുകാർക്ക് മനസ്സിലായതാണ്. ശ്രീനി അടക്കം മാന്യമായിട്ടാണ് എന്നോട് സമീപിച്ചത്. അപ്പൊ പോലീസുകാരിൽ ചിലർക്ക് മാനഹാനി അല്ലെങ്കിൽ ഒരു ആത്മാഭിമാനമുള്ള ചില പോലീസുകാരുണ്ടാവുമല്ലോ, അതിൽ 1-2 പോലീസുകാർ വ്യക്തിപരമായിട്ട് CA-നെ നേരിട്ട് പോയി കണ്ട് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളെ തൊപ്പി തെളിപ്പിക്കുക അങ്ങനെയുള്ള പ്രശ്നമൊക്കെ പറഞ്ഞിട്ടെന്ന് മനസ്സിലായപ്പോൾ ആത്മാഭിമാനമുള്ള നല്ല പോലീസ് ഓഫീസർമാരും സ്റ്റേഷനിലുണ്ടെന്ന് മനസ്സിലായി. അവർ പറഞ്ഞു. അപ്പൊ CA-നോട് പറഞ്ഞു, എന്റെ പിന്നെ ഹോസ്പിറ്റൽ അത്യാവശ്യമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്യാവശ്യമാണ്, നല്ല വേദന ഉണ്ടെന്നാണ്, എല്ല് പൊട്ടിയിട്ടുണ്ട്, സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. പറയുന്നത് പറ്റുമെങ്കിൽ നീ നിൽക്ക്, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, ഇത് കേസ് സീരിയസ് ആവാത്ത രീതിയിൽ തേഞ്ഞു മാഞ്ഞു പോകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കും മനസ്സിലായി ഇയാളെ സംസാരിക്കുന്നു. കാരണം FIR ഇട്ടേ മതിയാവുള്ളൂ, പറ്റുമെങ്കിൽ FIR ഇട്ടതിന് ശേഷം പോവാം, എനിക്ക് ചെറിയ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ ആദ്യം ഫുള്ള് എന്റെ കയ്യിൽ കേട്ടുട്ടാ. മാന്യമായിട്ട് എന്റെ വാദങ്ങൾ മൊത്തം കേട്ടതിന് ശേഷം FIR ഇട്ടേ മതിയാവുന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് CA എത്തി. കാരണം ആത്മാഭിമാനമുള്ള ചില ഓഫീസർമാരുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. കാരണം ഇയാളോട് മറ്റുള്ളവരും പറയുന്നത് യഥാർത്ഥ വസ്തു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, ഇതാണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ. അതേസമയം ഞാൻ CA SI ശ്രീനിക്കും SI ശിവദാസനും അകത്ത്, അഥവാ പ്ലൈവുഡ് കൊണ്ട് മറച്ച ഭാഗത്ത് മിസ്സിംഗ് ഉള്ള സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബോർഡ് അവിടെ ഞാൻ ഇറക്കി ലാസ്റ്റ് ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഫെബ്രുവരി മാസം വരെ ഇറക്കിയ സാധനങ്ങൾ റോ മെറ്റീരിയൽ ഷോർട്ട് ഉണ്ടെന്നുള്ള വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവര് എന്നെ എസ്കേപ്പ് രക്ഷിക്കാനുള്ള ഉദ്ദേശത്തിൽ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകണം. കാരണം അത്രയും കൂട്ടം കൂടിയിട്ടുണ്ട്. 15 ജനക്കൂട്ടം. എന്തിന് ഈ ജനക്കൂട്ടം എന്ന് മനസ്സിലാക്കുന്നത് ഇവന്റെ അമ്മയുടെ മക്കളും അമ്മായിന്റെ മക്കളും മറ്റേതും മറിച്ചൊക്കെയാണ് കൂടുതലും. നാട്ടിലുള്ള വേറൊന്നുമില്ല. ബാക്കിയൊക്കെ ഈ ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി വിളിച്ചു വരുത്തിയ ക്രിമിനൽസ് ആണ്. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ CA ഇടപെട്ടിട്ട് FIR ഇടേണ്ട അവസ്ഥയിൽ എത്തിക്കുന്നുണ്ട്. FIR ഇടാൻ പറയുമ്പോൾ പോലും അത് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ GD ചാർജിലുള്ള ഉദ്യോഗസ്ഥന് 3ാമത്തെ പ്രാവശ്യം CA ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പറയുമ്പോഴാണ് ഇദ്ദേഹം ഒന്ന് കസേരയിൽ എഴുതിയിട്ട് മൊഴി രേഖപ്പെടുത്താൻ തയ്യാറാകുന്നത് FIR-ന്റെ. അപ്പോ ആ മൊഴി രേഖപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് ഇദ്ദേഹം രേഖപ്പെടുത്തുന്നില്ല. കാരണം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്, കൂടുതൽ കാര്യങ്ങളൊന്നും അതിൽ മെൻഷൻ ചെയ്യാൻ പറ്റില്ല, വടികൊണ്ട് അടിച്ചത് നോട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നീട് മനസ്സിലാക്കാൻ പറ്റി. രണ്ടാമത് അകത്ത് കളവ് മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല മനസ്സിലാക്കി. ഇദ്ദേഹമാണ് ഇരുന്നത്, ഞാനല്ല. സ്വാഭാവികമായിട്ട് നമുക്കിത് ഒരു പരിമിതി ഉണ്ട്. കയ്യും പൊട്ടിയിട്ട് അത്രയും വേദന സഹിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവണമെന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. അത്രയും വേദന സഹിച്ചിട്ടാണ് നിൽക്കുന്നത്. അതെന്തില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുന്നുണ്ട്. പോയതിനു ശേഷം ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എക്സ്റേ കാര്യങ്ങളെല്ലാം എടുത്തതിനു ശേഷം വെല്ല് പൊട്ടിയിട്ടുണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ശുശ്രൂഷകളൊക്കെ വേണ്ടത് നൽകിയതിനു ശേഷം ബാൻഡേജ് മുഴുവനായിട്ട് കൈയിട്ടതിനു ശേഷം അവിടുന്ന് പോരുന്നുണ്ട്. രാത്രി 1 മണിയായി. ശേഷം അന്ന് ഞാൻ സ്റ്റേഷനിൽ പോകുന്നുണ്ട്. പിറ്റേ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ എന്തൊക്കെ ദുരൂഹത ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു സംശയം തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ കൊടുത്ത ഇൻഫർമേഷൻസോ കാര്യങ്ങളോ ഒന്നും അന്ന് പറയുന്നത് പ്രാഥമിക വിവരം മാത്രമേ രേഖപ്പെടുത്താനുള്ളൂ. രാവിലെ മാസ്റ്റർ തയ്യാറാക്കാൻ നാളെ തന്നെ പോകും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ പക്ഷെ പോയതായിട്ടോ മറ്റോ നമുക്കൊന്നും അറിവ് കിട്ടുന്നില്ല. വീണ്ടും 5-8 ദിവസത്തിന് ശേഷം 10 ദിവസത്തോളം പിടിക്കുമ്പോൾ നമുക്ക് വിളിക്കുന്നത്, ഇങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് പറയുന്നത് 2 പേരെ കൊണ്ടുവരാൻ പറ്റുമോ, പിന്നെ മാസ്റ്റർ സാക്ഷികളായിട്ട് ഞങ്ങൾ പോയിട്ട് മാസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. മാസ്റ്റർ തയ്യാറാക്കുന്നതിന് പ്രോട്ടോകോളൊക്കെ ഉണ്ട്. ഈ വ്യക്തികളെ കൊണ്ടുവന്നതൊന്നും പാലിച്ചിട്ടില്ല.
പിന്നെ പുറമെ ഞാൻ രണ്ടുപേരെ കൊണ്ടുപോയിട്ട് സാക്ഷികളായിട്ട് വെക്കണം മാസ്റ്റർ സാക്ഷി. അപ്പൊ ഞാൻ ദുർവ്യവഹാരങ്ങളൊക്കെ സംശയിച്ചിട്ട് വീണ്ടും ദിവസമാവാൻ വന്ന ഒരു നടപടി കോപന്മാര് പുല്ലുപോലെ അവിടെ പുറത്തിറങ്ങി നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ SP പോയി പരാതി പറയുന്നുണ്ട്. SP സാർ ഇതെല്ലാം കേട്ടതിന് ശേഷം ഞാൻ ക്യാബിനിൽ നിന്ന് ഇറങ്ങാൻ നേരം സ്വാഭാവികമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു ഇദ്ദേഹത്തോട്, ഇതില് പിന്നെ എന്റെ സ്ഥാപനം നിലവിൽ എടുക്കെടുക്കുകയാണ്, എന്റെ ഉപജീവനമാർഗം തടസ്സപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം അത് നിലവിലുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം പിന്നെ ഒരു റെഡ് മാർക്ക് ഇട്ടുകൊണ്ട് ഫയലിൽ രേഖപ്പെടുത്തിയതിനു ശേഷം എന്നോട് പറഞ്ഞ കൗണ്ടറിൽ പിന്നെ റെസിപ്റ്റ് കൈപ്പറ്റിക്കോളൂ, DYSP ഞാൻ വിളിച്ചു പറഞ്ഞോളൂ, അദ്ദേഹത്തെ പോയി കണ്ടോളുന്നു. അപ്രകാരം DYSP മനോജ് സാറിനെ ഞാൻ പോയി കാണുന്നുണ്ട്. ശേഷം ന്യായമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് അദ്ദേഹം വാക്ക് തരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം പരീക്ഷിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. ശേഷം അവിടുന്ന് ഇറങ്ങി പോന്നതിന് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷം എന്നെ വിളിക്കുന്ന DYSP ഓഫീസിൽ നിന്ന് അത് പ്രകാരം അതിന് മുമ്പ് അന്ന് പോയതിനു ശേഷം വീണ്ടും മാസ്റ്റർ തയ്യാറാക്കാനെന്നുള്ള രീതിയിൽ ഒളിപ്പിക്കുന്നുണ്ട് കോട്ടക്കൽ സ്റ്റേഷനിൽ. അപ്പൊ തന്നെ 10-12 ദിവസം കഴിഞ്ഞേ 10-12 ദിവസത്തിന് ശേഷമാണ് മാസ്റ്റർ തയ്യാറാക്കാനുള്ള രീതിയിൽ പറയുന്നത്. ശേഷം പോയിട്ട് പിന്നെ മാസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിന് എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോ പിന്നെ SI ശിവദാസനാണ്, പിന്നെ വേറൊരു കോൺസ്റ്റബിളും ഉണ്ട്. ഇവരെ പിന്നെ പ്രഥമ ദൃഷ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് നിന്നാണ് ആക്രമിച്ചത്, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് എഴുതാന്നുള്ള രീതിയിൽ അയാൾ അവർക്ക് പറയുന്നുണ്ട്. വടി ഇന്ന സ്ഥലത്തായിരുന്നു, പിന്നെ മറ്റേ GI പൈപ്പ് ഉണ്ടായിരുന്നത്, അത് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ആക്രമിച്ച് അതൊന്നും രേഖപ്പെടുത്തിയതായിട്ട് എനിക്കറിയില്ല, രേഖപ്പെടുത്തിയെന്ന് ഞാൻ പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്റെ അടുത്ത് പറയുന്നുണ്ട് ബാക്കി നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ. കാരണം അവന്റെ പിന്നെ മകൻ അവിടെ വന്നിട്ട് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവുന്നുണ്ട്. ഒരു നടപടി പോലീസ് ഉണ്ടാക്കിയിട്ടില്ല, അവരുടെ മുന്നിൽ വെച്ചാണ് ഇതൊക്കെ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനും ഉണ്ടാക്കുന്നത് ഇവർ കാണുന്നുണ്ട്. അപ്പോ പിന്നെ സ്വാഭാവികമായിട്ട് അവനവിടെ കാണുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നു, സ്റ്റേഷനിൽ ഞങ്ങൾ പോയി ചെയ്തോളാം പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടായിട്ട് DYSP ഓഫീസിൽ എന്നെ വിളിക്കുന്നുണ്ട്. എന്നെ വിളിച്ചത് പ്രകാരം ഞാൻ അവിടെ പോകുമ്പോൾ പിന്നെ സ്റ്റേഷൻ കുറച്ച് സമയത്തിന് ശേഷം SI ആവശ്യത്തിനാണ് നമുക്ക് അറിയില്ലല്ലോ. കാരണം എന്നെ വിളിപ്പിച്ചു, ഞാൻ പോയി കോട്ടക്കൽ സ്റ്റേഷനിൽ നിന്ന് SI വന്നു. അത് എന്റെ ആവശ്യത്തിനാണെന്ന് മറ്റോ എനിക്കറിയില്ല. ഇപ്രകാരം മനോജ് സാർ വന്നതിന് ശേഷം എന്നെയും DYSPയും പിന്നെ ശ്രീനിയെ വിളിപ്പിച്ചു. SI ശ്രീനിയെ വിളിപ്പിച്ചതിന് ശേഷം ഇയാളോട് നല്ല രീതിയിൽ അദ്ദേഹം ഫിറ്റാക്കി. കാര്യം ഒരുത്തന്റെ ഉപജീവന മാർഗം നഷ്ടപ്പെടുത്തിയിട്ടാണോ വല്ലവരും ഉണ്ടാക്കാൻ നിൽക്കേണ്ടത് എന്നുള്ള രീതിയിൽ താൻ എത്ര കാലം ഡ്യൂട്ടി ഉണ്ടോ, എത്ര കാലമായിട്ട് താൻ ഈ ജോലി ചെയ്തു പോകുന്നുണ്ട്, ഇങ്ങനെയാണോ FIR ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്? അപ്പൊ ഇയാൾ പറയുന്നുണ്ട് ഇത് വാടക പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അയാൾ കോടതി പോട്ടെ, അതല്ലേ നിയമം, ഇത് ആ രീതിയിൽ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണോ? അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാളെ ചോദിക്കുക. അപ്പൊ ഇയാൾ തലം കാത്തി നിൽക്കണം. തനിക്ക് എത്ര കൊല്ലത്തെ ഡ്യൂട്ടി ഉണ്ട്, റിട്ടയർമെന്റിന് എത്ര ബാക്കിയുണ്ട്, ഈ രീതിയിലാണ് താൻ റിട്ടയർമെന്റ് ആയത് തന്നെ കേട്ടാ എന്നുള്ള രീതിയിലൊക്കെ ഇദ്ദേഹം നല്ല രീതിയിൽ ശകാരിക്കുന്നുണ്ട്. അപ്പൊ അപ്പത്തെ ഒരു പ്രത്യക്ഷത്തിൽ നമ്മളെ കാണുമ്പോൾ ഇയാൾ പച്ചപ്പാവായിട്ട് നിൽക്കാൻ നമുക്കും പാവം തോന്നാം. അപ്പൊ ഞാൻ പറയുന്നത് സാർ ഇദ്ദേഹം എന്ന് പറയുന്നത് ഞാൻ ചെയ്ത മണ്ടത്തരാണ്. പിന്നീട് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇയാളാണെന്ന് പോലും അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അത്രയും ദിവസത്തിന് ശേഷം. കാരണം ഈ വ്യക്തി അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെടും, ചെയ്തിട്ടില്ല, വിളിപ്പിക്കണം, ചോദ്യം ചെയ്യണം, ചെയ്തിട്ടില്ല, ഒരു നടപടി ഉണ്ടാക്കില്ല. പക്ഷെ അവർക്ക് വേണ്ട സാഹചര്യങ്ങളെല്ലാം പിന്നീട് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ മനസ്സിലാക്കേണ്ട എന്താ, ഇദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഉപദേശിക്കുന്നുണ്ട്, ശകാരിക്കുന്നുണ്ട് DYSP മനോജ് സാറ്. താലിൻ താത്തിൽ നിന്ന് കേൾക്കാന്നല്ല, ഞാൻ ചെയ്യാം, എനിക്ക് പ്രഷർ ഉണ്ട് സാറേ അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ഇയാള്. അങ്ങനെ പറയുമ്പോഴും DYSP ഒന്നും മുഖവിൽക്ക് ആദ്യം നിർത്തിയില്ല. പ്രഷർ എന്ന് പറയുന്നത് ആരാന്ന് പറയുന്നില്ല, എനിക്കറിയാലോ ആരാണെന്നുള്ളത്. പക്ഷെ ഞാൻ അപ്പോഴും മനസ്സിലാക്കുന്നില്ല DYSP അങ്ങനെയൊക്കെ സ്വാധീനിക്കാനുള്ള ഒരു ശേഷി ഒന്നും ഉണ്ടാവുന്ന മനസ്സിലാക്കില്ല. പിന്നീട് അതും പറഞ്ഞുള്ളതാണ്. കാരണം ഇത്രയും കാര്യക്ഷമമായിട്ട് DYSP ഉപദേശിച്ചു. അത് പിന്നീട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ ഞാൻ കുറെ ശേഷം കൊടുത്ത മൊഴിയിൽ, എനിക്കെതിരായിട്ട് വന്ന മൊഴിയിൽ ശ്രീനി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ SI DYSP വിളിച്ച് ശകാരിച്ചു. അത് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോ അത് കുറെ സമയത്തിന് ശേഷം ഒന്നും അവരുടെ ഒരു കാര്യം വന്നപ്പോൾ പിന്നെ ഇവരൊക്കെ അറിയുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഞാനൊരു പ്രതീക്ഷയോടെ കാര്യം നടപടി ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ നമുക്ക് ചെയ്യാം. അതിന്റെ ഇടയിൽ പിന്നെ SI ശ്രീനി എന്നോടൊന്ന് കണ്ടിരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് വെച്ചു. ഞാനൊരു പാവം തോന്നിയിട്ട് നമ്മളെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിതനാവുകയാണ്. അത് വേണ്ടാന്ന് കരുതിയിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി കൊടുക്കുമ്പോൾ ഞാൻ പുറത്തുണ്ട് എന്നുള്ളത് ഞാൻ ചുമതല പുറത്ത് വാതിലും തുറന്നാൽ എടുക്കും, നമുക്ക് കേൾക്കാം, കേൾക്കുന്നില്ല. ഇവർ പറയുന്നത് പക്ഷേ എനിക്ക് CPM-ൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നമുണ്ട്, മറ്റേതും മറിച്ചു എന്നൊക്കെ ഇദ്ദേഹം നല്ല രീതിയിൽ പറഞ്ഞതിന് ശേഷം മനോജ് സാറിന് പിന്നീട് ഒരു ശുഷ്കാന്തിമായ രീതിയിലില്ല. അത്രയും രീതിയിൽ ശകാരിച്ച വ്യക്തി. പക്ഷെ ഈ ശകാരിച്ചതിൽ മനോവിഷമം ഇയാൾക്ക് നല്ല രീതിയിൽ ഒന്നും ചെയ്തു. അവർക്ക് കാരണം അന്ന് അവിടുന്ന് ഇറങ്ങിപ്പോയ SI 15 ദിവസത്തിൽ കൂടുതൽ മെഡിക്കൽ ലീവ് എടുത്തതിന് ശേഷം 1 ദിവസം 2 ദിവസം കോട്ടക്കൽ സ്റ്റേഷനിൽ ഹാജരായതിനു ശേഷം വീണ്ടും എന്താവുകയാണ്, ട്രാൻസ്ഫർ വാങ്ങി പോവാണ്. അതിൽ മനോവിഷമം നല്ല രീതിയിലുണ്ട് എന്നുള്ളത് ഈ രേഖ കണ്ടാൽ മനസ്സിലാവും. അപ്പോ
അയാൾക്ക് തന്നെ നല്ല രീതിയിലുണ്ട് മനോവിഷമുണ്ട്. അന്നേ പോയിന്റ് മുതലാണ് മെഡിക്കൽ ലീവ് അയക്കാൻ വേണ്ട ആവശ്യം. മാത്രമല്ല അന്നത്തെ സി എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും മറ്റൊന്നും പിന്നീട് എന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസുകാരോട് പറയുമ്പോൾ രേഖപ്പെടുത്താൻ പോലും തയ്യാറാവാത്ത രീതിയിൽ ശിവദാസനും അതുപോലെ SI ശിവദാസനും വേറെ കോൺസ്റ്റബിളിനോട് പറഞ്ഞപ്പോൾ ഞാൻ രേഖപ്പെടുത്തൂല എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ എന്താ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ, ഞാൻ എന്തെങ്കിലും രാഷ്ട്രീയക്കാരനോ മന്ത്രിയോ മറ്റോ വന്നിട്ടുണ്ടോ? അവർക്ക് മറ്റവരെ പേടിയുണ്ട്. അപ്പൊ അതിന്റെ ഗുണമാണ് അവർ കണ്ടത്. മാത്രമല്ല പിന്നെ ശേഷം നമ്മൾ അവസാനം ഒരു സി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പറയും എന്റെ പേരിൽ മൊഴി രേഖപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറയുമ്പോഴാണ് SI ശിവദാസൻ പിന്നെ അദ്ദേഹത്തിന്റെ പേര് എഴുതിയിട്ട് എന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ആ മൊഴിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ചിലത് ഇയാളും മനഃപൂർവ്വം വീഴ്ച വരുത്തിയുള്ളതാണ്. അവസാനം പിന്നെ അവിടുന്ന് പോകുന്ന ശേഷം നിയമ നടപടികളിലൊന്നും കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുന്നില്ല കണ്ടപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ ഞാൻ ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് പ്രസ് ക്ലബിൽ. അത് പ്രകാരം പത്രങ്ങളിലും ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ന്യൂസായിട്ട്, സ്വാഭാവികമാണ്. ശേഷം പിറ്റേ ദിവസം പിന്നെ ഇവര് അഥവാ CPM ഏരിയ സെക്രട്ടറി അലവിക്കുട്ടി, ഈ അലവിക്കുട്ടിയോട് ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനായ സാമാന്യ കോമൺ സെൻസ്, പ്രായം അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം അല്ലല്ലോ മാത്രം നോക്കേണ്ടത്. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അന്വേഷണം, രണ്ട് ഭാഗം അന്വേഷിക്കണ്ടേ? നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾ പത്രത്തിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള മര വ്യവസായത്തിന് തടസ്സം എന്നുകൊണ്ട് പ്രചരണം വ്യാജമാണ്. ഞാൻ അവിടെ അങ്ങനെ ഒരു മര വ്യവസായമാണ് ചെയ്യുന്നത്, എന്ത് വ്യവസായം ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിച്ചോ? എന്തറിഞ്ഞിട്ടാണ്? അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി സാധാരണ അന്വേഷിക്കണം. നിയമപരമായിട്ട് ഇവിടെ പോലീസും നിയമ സംവിധാനങ്ങളും ഒക്കെ ആരെ ഏൽപ്പിച്ചു അവനെ അന്വേഷിക്കാൻ? അവനിതിൽ ഇടപെടാൻ എന്താ അധികാരം? പാർട്ടിയാണോ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നത്? ഓരോ ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി ആയിട്ടാണോ തീരുമാനിക്കേണ്ടത് ഓരോ നാട്ടിൽ എന്താ സംഭവിക്കേണ്ടത്? അപ്പൊ നിങ്ങൾ എന്നത് മനസ്സിലാക്കി സമ്മതിച്ചു, നിങ്ങൾ എന്നത് സമ്മതിച്ചു. ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ പാർട്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യത്തിൽ ഇടപെടേണ്ടതെന്ന് നിങ്ങളെന്താ സമ്മതിക്കുന്നത്? ഇതെന്ത് തരം തമ്മാടിച്ചിട്ടാണ്? ഒരുത്തന്റെ ജീവിതം നശിപ്പിക്കാനാണ് ഈ കാര്യത്തിൽ തമ്മാടിച്ചിട്ട് കൊടുക്കുക. എന്തെങ്കിലും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് പ്രശ്നം, ഇതുവരെ ഉണ്ടായത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം. തെറ്റ് പറ്റിപ്പോയി എന്ന് പറയാം. അത് നിങ്ങൾ ചെയ്തോ? നിങ്ങൾക്ക് എന്നിട്ട് ക്രിമിനൽസിന് വേണ്ടി സംസ്ഥാന സമിതി അംഗം മറ്റുള്ളവർക്ക് ഇടപെടുന്നുണ്ടെന്നൊക്കെ വലിയ വായിൽ നിങ്ങൾ വിളിച്ചു വെക്കുക. ഒരു നാടല്ലത്. അതുപോലെ DYSP തെറിപ്പിക്കും, SP വേണമെങ്കിൽ തെറിപ്പിക്കാൻ ശേഷിയുള്ള വ്യക്തികൾ ഞങ്ങൾ കയ്യിലുണ്ടെന്നൊക്കെ പറയാനൊക്കെ. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം? ചിന്തിച്ചോക്ക്. ഈ തരത്തിലുള്ള ഗുണ്ടായിസം കൊണ്ട് നിങ്ങൾ എത്ര കാലം ജനങ്ങളെ മുന്നിൽ വരും? ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. അതുകൊണ്ട് പറയാം, നിലവിലുള്ള രാഷ്ട്രീയ കക്ഷികളിൽ ഇടതുപക്ഷത്തിന് മാത്രമേ മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ ശ്രമിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു താല്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു മാത്രം. അതുകൊണ്ട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് അവസാനം പിന്നെ നോട്ടീസ് വിതരണ ലെവലിലേക്ക് ഫസ്റ്റ് പേജ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. അതെന്താണ്? ഈ പാർട്ടിക്ക് ഒരു ബോധം വേണം. നാടിന് കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശേഷി ഉണ്ടാവും എന്നുള്ള കരുതുന്നൊരു ഭാഗമാണ് ഇടതുപക്ഷം. അവരിൽ നിന്ന് തമ്മായിട്ട് കാണുമ്പോൾ അവരെ തന്നെ അറിയിക്കുന്ന ഒരു ഭാഗം നമുക്കില്ലേ, അതൊന്നും ചെയ്യാൻ നോക്കാം. എനിക്കതൊന്നും അവിടെ തന്നെ അറിയിക്കേണ്ട കൊടുക്കേണ്ട ആവശ്യം പറ്റുന്നല്ലോ. ശേഷം നമുക്കെതിരായിട്ട് പിന്നെ ഇവര് വ്യാജ കേസ് എടുത്തു എന്നുള്ള രീതിയിൽ കോംപ്രമൈസുമായി ബന്ധപ്പെട്ട് CA വിളിപ്പിക്കും. അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, നീ നാളെ വന്നു പറഞ്ഞു. ഞാൻ ചെന്നപ്പോ പിന്നെ നിനക്കെതിരായിട്ട് കേസ് എടുക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ട് കേസ് എടുത്തിട്ടുണ്ട്, അതുമായി നമുക്ക് നാളെ സംസാരിക്കാം. അവയും വിളിപ്പിച്ചിട്ടുണ്ട്, റാഫി വരുന്നു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നു. പക്ഷേ റാഫി ആ പരിസരത്ത് വന്നില്ല. റാഫിയുടെ അനിയൻ ജാഫറിന്റെ കൂടെ വേറെ ഈ കെബിയുടെ മകനാണ് ഒരുത്തനും വന്നു. ഇവരോട് CA പറഞ്ഞിട്ടുണ്ട്, ഇനി സാധനങ്ങൾ എടുക്കാൻ ഞാൻ ആളെ വിടും, അവന് പോകും. ആ സമയത്ത് റാഫി എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ റാഫിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന CA ജാഫറിനോട് പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് ആ സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല, അത് വേറെ. മാത്രമല്ല CA പറഞ്ഞു, തമ്മിൽ കേസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്, അത് നിങ്ങൾ കോടതിയുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുക. അന്നത്തെ CA അർഷിത് സാർ. അപ്പോ മാത്രമല്ല ഇനി ഇടയിൽ ക്രിമിനൽ പരിപാടിയോ മറ്റോ റാഫി ചെയ്തിട്ടുണ്ടെങ്കിൽ റാഫി തെമ്മാടിത്തരം കുറെ ചെയ്തിട്ടുണ്ട്, അത് ഇനി കണ്ടെടുക്കാൻ പറ്റില്ല, അത് എന്തും ഈ പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. മാത്രമല്ല പിന്നെ സ്കോഷ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല ക്രിമിനൽ കേസ് പിൻവലിക്കാൻ. കാരണം എന്താ വെച്ചാൽ എന്റെ നഷ്ടം ചെറുതല്ല. ഞാൻ ഓൾ കേരള രണ്ടി തിരിഞ്ഞുണ്ടാക്കിയ ലൈനും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഒരു കൗണ്ടർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട്. അത് എറണാകുളം വരെയൊക്കെ ബൈക്കിട്ടൊക്കെ പോയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്താണത്തേക്ക്. അപ്പൊ അതൊന്നും ബുദ്ധിമുട്ടായിട്ട് അതൊക്കെ പോയി, അതൊന്നും ഇനി തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നടക്കൂല, കേസ് ഞാൻ പിൻവലിക്കൂല. അവർ എനിക്കെതിരായിട്ട് കള്ളക്കേസ് എടുത്തിട്ടില്ലേ, അത് കള്ളക്കേസാണ് തെളിയിക്കാറില്ല, കൊണ്ട് കഴിയും. ഇന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ടോ, എന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അല്ല, അതൊക്കെ നമുക്ക് പിന്നെ വരാം, നിങ്ങൾ ഇപ്പൊ തൽക്കാലം നിൽക്കുള്ളൂ. ഞാൻ പറഞ്ഞു, കേസുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സാഹചര്യത്തിൽ ഒന്ന് പിന്നോട്ട് മാറാൻ എനിക്ക് താല്പര്യമില്ല. നിയമ നടപടികൾ എനിക്കെതിരായിട്ട് സ്വീകരിക്കേണ്ടത് നിങ്ങൾ സ്വീകരിച്ചോളി, അവർക്കെതിരായിട്ട് സ്വീകരിച്ചോളൂ. പറയുമ്പോൾ റേപ്പ് കേസാണ് എനിക്കെതിരായിട്ട് എടുത്തിട്ടുള്ളത്. എനിക്കറിയാം അത് കള്ള കേസാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും പോസിറ്റീവായിട്ട് സ്റ്റേഷനിൽ ഞാൻ തന്നെ പോയിട്ട് പറയുന്നത്, ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. കള്ളക്കേസിൽ ഭാവിയിൽ അവന്റെ ഭാര്യനെ വരെ ഞാൻ അകത്ത് കയറ്റാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കും.
ഉറപ്പായിട്ടും. അതിപ്പോഴും പറയുന്നുണ്ട് ഞാൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അദ്ദേഹം വക്കീല് സ്വന്തം പെങ്ങളെ വെച്ചിട്ടോ മറ്റോ ഇമാതിരി പണി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് തിന്നവും വെള്ളം കുടിക്കും. ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു നാരികൾ ചിന്തിക്കണ്ടേ സ്വന്തം മക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കാനൊക്കെ ഉള്ളതാണെന്നുള്ളത് നമുക്ക് കാണാം, അതിലൊക്കെ കാണാം നമുക്ക് കേട്ടാ. അപ്പൊ ഇതൊക്കെ ചിന്തിക്കേണ്ട. ഒരുത്തന് റേപ്പ് ചെയ്യുന്നതാണ് വെറുതെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സും കോൺസിക്വൻസ് പിന്നെ ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങളും കൂടെ അനുഭവിക്കേണ്ട. അതുപോലെ ഇതിന് ഈ രീതിയിലേക്ക് വലിച്ചയക്കാൻ നിന്ന് സ്ത്രീ കൂടെ അനുഭവിക്കാൻ ബാധ്യസ്ഥൻ കോടതിയെ കയറ്റും. അത് ഇപ്പൊ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, അത് തീരട്ടെ ഏത് രീതിയിലായാലും. അതുകൊണ്ടാണ് ഞാനിപ്പോ എനിക്ക് കേസ് സ്കോഷ് ചെയ്ത് വരാനുള്ള രീതിയിലടക്കം സാഹചര്യം ഉണ്ടായിട്ട് ഒഴിവാക്കാത്തതിന് കാരണം കൂടെ അതാണ്. കാരണം ഇതങ്ങനെ പോയാൽ പറ്റില്ല. തോന്നിയ പോലെ പെണ്ണ് കേസിൽ കൊടുക്കുക. എന്താ എല്ലാ വീഡിയോസ് കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ആ വീട്ടിൽ പോയിട്ട് ആ സ്ത്രീ ആ പോയിന്റിൽ പോലും വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ അവരെ പീഡിപ്പിച്ചു അവർ പറയണ്ടേ? ആ വീടിനകത്ത് കയറിയതായിട്ട് അവർക്ക് തെളിയിക്കാൻ പറ്റും. അകത്ത് കയറിയ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ആ സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ മാത്രമല്ല 27 ദിവസത്തിന് ശേഷം ഈ പരാതി കൊടുക്കുന്ന ഈ നാടുകൾ 27 ദിവസം അവർക്ക് പിന്നെ അണ്ണാക്കിലോട്ട് തുടങ്ങിയ ഓക്കെ എന്തായാലും ശരി. അതും എനിക്കെതിരായിട്ട് ചുമത്തി ശേഷം ഞാൻ അത് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ നടപടികൾ സ്വീകരിച്ചോളൂ, പക്ഷെ എന്റെ നടപടിയിൽ ഞാൻ മാറില്ല. എന്തിനായാലും നമ്മൾ പറയുന്നുണ്ട് ശേഷം നമ്മളൊന്ന് പോയിരുന്നത് നമുക്ക് പറയുന്നുണ്ട്. പിന്നെ പെരുന്നാൾ ആ സമയത്ത് പെരുന്നാളിന്റെ ലീവുകൾ എനിക്കില്ലേ, കുറച്ച് ആളുകൾ സംഘടിപ്പിച്ചൂടെ സാധനങ്ങൾ എടുത്തുകൊണ്ടിരാൻ ഞാൻ വിളിക്കാം കേട്ടടാന്ന് പറഞ്ഞിട്ട് മാന്യമായിട്ടാണ് നമ്മോട് പറയുന്നത്. അയാളൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ അയാൾക്ക് നമ്മളിപ്പോ നട്ടലിലൂടെ നിൽക്കണം എന്നുണ്ടെങ്കിലും പക്ഷെ അയാൾക്ക് നല്ല ഉള്ളിൽ പേടി, ചെറിയ രീതിയിൽ പേടിയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഡിവേഷനെടുത്ത് തട്ടിയിട്ടും മറ്റേ മറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇവര് ഭീഷണിപ്പെടുത്തിയിട്ടും മറ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം. കാരണം ഈ കൃമികളല്ല, ഈ കൃമികൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വലിയ പിന്നെ ഈ കൃമികൾക്കൊരു വിലുമില്ല, ഭാഗമായാലും മറ്റൊരു മറിച്ചും. പക്ഷെ ഇവര് തെറ്റിദ്ധരിപ്പിച്ചത് ഒരു അന്വേഷണം കൂടാതെ ഇത് നമ്മളെ പാർട്ടി പ്രവർത്തകരാണല്ലോ എന്നുള്ള വിശ്വസിച്ചിട്ട് വലിയ മീനുകളാണ് ഇതിൽ കളിച്ചത്. പക്ഷെ അവർക്ക് എന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ വേണ്ടില്ലാത്ത ഇടപാടായി നമ്മൾ ചെയ്ത് പാർട്ടിന്റെ പേരിൽ വേണ്ടില്ലാത്തതായിരുന്ന പരിപാടികളൊന്നും അവർക്ക് ഏറെക്കുറെ ബോധ്യപ്പെടുന്നുണ്ട്. അത് ഞാൻ അവസാനം പോയിട്ട് ഇനിയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത്രയും സംഭവങ്ങളും തെമ്മാടിത്തരങ്ങളൊക്കെ ചെയ്തതിന് കൂട്ടു നിൽക്കരുത്. ഒരു പാർട്ടിന്റെ ലേബലിൽ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അത് പാർട്ടി താഴെക്കിടയിലുള്ള പ്രവർത്തകർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം. പാർട്ടിക്കെതിരായിട്ട് ഞാനൊന്നും പറക്കി ഒരു സ്ഥാപനം പൂട്ടിച്ചതിനെതിരായിട്ട് ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് സർക്കാർ നയിക്കുന്ന പാർട്ടി എന്നുള്ള രീതിയിലും അതിന്റെ ഭാഗത്താണ് നിൽക്കേണ്ടതെന്നുള്ളത്. അത് ശരിയില്ല. നിങ്ങളടുത്ത് തെറ്റുകളുണ്ട്, അത് നിങ്ങൾ അംഗീകരിച്ചാൽ മതിയാവും. ഇല്ലെങ്കിൽ എനിക്കൊരു പുല്ലില്ല. കാര്യം നാളെ നിങ്ങളെ ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് ഇനിയും ജനങ്ങളെ മുന്നിൽ തരം വേണ്ടി വരും. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ. അവസാനം നമുക്ക് പിന്നെ അവിടുന്ന് പോന്നു. എനിക്കെതിരായിട്ടുള്ള കേസിൽ അറസ്റ്റ് നടപടികൾ ഉണ്ടാവും മനസ്സിലായി. അവരെ പൊക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പിന്നീട് വീട്ടുകാരൊക്കെ പേടി കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ മുൻകൂർ ജാമ്യത്തിന് തയ്യാറാവുകയാണ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് പിന്നെ ഇതിലാണ് മുൻകൂർ ജാമ്യം കിട്ടുന്നുണ്ട്. അതിനു മുമ്പ് ഈ മഹസർ തയ്യാറാക്കി എന്ന് പറയുമ്പോൾ സമയത്ത് അതുപോലെ ബൂട്ട് സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് രേഖകൾ മെഡിക്കൽ കോളേജിൽ നിന്ന് SI ശ്രീനി കൈപ്പറ്റിയിട്ടും ഒരു മാസത്തിന് മേലെ 40ഓളം ദിവസം, 42 45 ദിവസത്തോളം കറക്റ്റ് നോക്കണം, ഇവിടെ ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിച്ചിട്ട് കോടതിയിൽ 3 പ്രാവശ്യത്തോളം ഇവന്റെ ജാമ്യ പരിഗണനാ ഹർജി വന്നപ്പോൾ 323 മാത്രം ചാർജ് ചെയ്യുകയും അത് സ്റ്റേഷനിൽ നിന്ന് കൊടുക്കാതെ കൊണ്ടതാണ് ജാമ്യം തോന്നണോ. പക്ഷെ അവിടുന്ന് കൊടുക്കാതെ കോടതിയിലേക്ക് അയക്കുകയും അതിൽ കോടതിക്ക് സംശയം തോന്നി. കോടതിയിൽ ഇരിക്കുന്നത് പൊട്ടന്മാരൊന്നുമല്ലല്ലോ. ജഡ്ജി എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിന് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശീലമുള്ള മനുഷ്യന്മാരല്ലേ. അദ്ദേഹത്തിന് സംശയം തോന്നിയിട്ട് അദ്ദേഹം ഈ ജാമ്യ പരിഗണനാ ഹർജി 2 പ്രാവശ്യം തള്ളിക്കുകയും സ്വാഭാവികമായിട്ടും ആ സമയത്ത് പോലീസിനോട് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് എല്ല് പൊട്ടിയതായിട്ട് വ്യക്തത കുറവുണ്ട്, അങ്ങനെ ഇങ്ങനെ സംശയം. ഇതിന്റെ ബോണ്ട് സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് അമ്മമാരെ കയ്യിൽ വെച്ചിട്ടാണ് അമ്മമാരി തെമ്മാരിത്തരം പറയുന്നത്. ചിന്തിച്ചു നോക്കിയാൽ അത് ഞാൻ പിന്നെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ. അപ്പൊ ഇതില് പോലീസ് ഒത്തുകളിച്ചു എന്നുള്ളത് വ്യക്തമല്ലേ. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു, കോടതിയെ കബളിപ്പിച്ചു. ലാസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ ദിവസം ഇവന്റെ ജാമ്യ പരിഗണനാ ഹർജി പിൻവലിച്ച് പിന്നെ കോടതി മാറ്റിവെച്ചിട്ടുണ്ട്. കൂടുതൽ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് പോലീസിനോട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി അടുത്തതിന് കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇനി കൊടുത്തില്ല എങ്കിൽ ഓർക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല എങ്കിൽ നമ്മളായിട്ടുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഫുൾ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് ലൈബ്രറിയിൽ തപ്പി തെരഞ്ഞി കയറി ഇറങ്ങി സംഘടിപ്പിച്ചു. എന്റെ കൈവശം കിട്ടിയതിന്റെ ഫസ്റ്റ് കോപ്പി ശ്രീനി കൈപ്പറ്റി പോയതായിട്ട് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിന്റെ രേഖകൾ ഞാൻ കാണിക്കാം. സെക്കൻഡ് കോപ്പി എനിക്ക് കിട്ടി. പിന്നെ സെക്കൻഡ് കോപ്പിയുടെ പിന്നെ ഫോട്ടോസ്റ്റാറ്റ് കളർ പ്രിന്റ് ഒന്ന് വക്കീലിനെ ഏൽപ്പിച്ചു. 2 കോപ്പി പിന്നെ ഇയാൾ കോട്ടയ്ക്കൽ സ്റ്റേഷനിൽ എത്തിക്കാനുള്ള പണിയും ചെയ്തു. അതുപ്രകാരം കോട്ടയ്ക്കൽ സ്റ്റേഷനിൽ പിറ്റേ ദിവസം രാവിലെ എത്തി. അന്നേ ദിവസം ജാമ്യ പരിഗണന ഹർജി വന്നപ്പോ ഇവന് അത് പിൻവലിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അഥവാ ഈ കേസുമായി ബന്ധപ്പെട്ട് മാന്യമായിട്ട് അന്വേഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ കുറെ ദിവസം അകത്ത് എടുക്കാനുള്ള ഒപ്പുണ്ട്, ചെയ്തില്ല. അതുപോലെ ബാക്കി കാര്യങ്ങളൊന്നും തുടർ നടപടികൾ മാന്യമായിട്ട് ചെയ്തില്ല പോലീസ്. പുറമെ ഈ ജാമ്യ പരിഗണനാ ഹർജി സമയത്ത് തെറ്റിദ്ധരിപ്പിച്ചു കോടതിയെ. പിന്നെ പിൻവലിച്ചോടിയ സമയം പൊക്കാവുന്ന അവസരമുണ്ട്, ചെയ്തില്ല.
വീണ്ടും ഹൈക്കോടതി പോകുമ്പോൾ 55 ദിവസത്തോളം 56 ദിവസത്തിനൊക്കെ ശേഷമാണ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നത്. അപ്പോൾ ഒരു പറയുന്നത് ഹൈക്കോടതിയിൽ ജാമ്യം പരിഗണിക്കുമ്പോൾ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കം, ആ കീഴ്വഴക്കത്തിന്റെ പേരിൽ ഓക്കെ കുറച്ച് ദിവസമുള്ള ഹൈക്കോടതിയിൽ പോയിട്ട് പോകുന്നതിന് മുമ്പ് ഇവരെ പൊക്കാമായിരുന്നു, ശരിയില്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ ന്യായമായിട്ട്, അതിനാണല്ലോ നമ്മളൊക്കെ വീട് എടുത്ത് ജീവിക്കുന്നത്, വെറുതെ അല്ലല്ലോ. അപ്പൊ ഇത്രയും കളികൾ പോലീസ് ഇതിൽ കളിച്ചു എന്നുള്ളതാണ്. ശേഷം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും തെമ്മാടിത്തരത്തിൽ കൂട്ടുന്ന പോലീസ് അവസാനം ഞാൻ ഒരു അവർക്ക് ജാമ്യം കിട്ടേണ്ട ഒരു അവസ്ഥയിൽ പോലീസ് കൊണ്ടെത്തിച്ചു. സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു പോലീസ്, അത്രേ പറയാനുള്ളൂ. കളവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലോ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നിട്ടില്ല പോലീസ്. അന്ന് എന്നോ പറയുന്നുണ്ട് ഞാൻ ഈ കാര്യം. അതിന് സാധനം മിസ്സിംഗ് ഉള്ളത് SI ശ്രീനിക്കും ശിവദാസനും ഞാൻ കാട്ടിക്കൊടുത്തതാണ്. അപ്പൊ പറയും പിന്നെ ഇന്ന് ഫസ്റ്റ് മൊഴി കൊടുക്കുമ്പോൾ തന്നെ പറയണത് ഇത് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പ്രഥമ ദൃഷ്ടിയുള്ള കാര്യമാണെന്ന് പറയാം. FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കട്ടെ. എന്നാൽ മാസ്റ്റർ തയ്യാറാക്കാൻ നമ്മൾ കൊണ്ടുപോകണ്ട, ആ സമയത്ത് രേഖപ്പെടുത്താലോ, അത് ചെയ്തില്ല. ഈ മാസ്റ്റർ തയ്യാറാക്കാൻ DSP ഓഫീസിൽ പരാതി കൊടുത്തതിന് ശേഷം ചെല്ലുമ്പോഴോ ഇവരായിട്ട് വിളിച്ചു വരുത്തിയിട്ട് അതും 10-12 ദിവസം ചെല്ലുമ്പോൾ അത് മൊഴിയിൽ രേഖപ്പെടുത്താറ് പറയുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ബാക്കി 3 കാര്യങ്ങൾ സ്റ്റേഷനിൽ നമുക്ക് ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾക്ക് ഏറെക്കുറെ അറിയാം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയാം. എനിക്ക് എന്തിനാണ് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? വല്ല പരിമിതിയില്ലേ? ഈ പരിമിതികൾ ചൂഷണം ചെയ്യണേ, അതാണ്. ആ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ SI ശിവദാസന്റെ കളി നടന്നിട്ടുണ്ട്. അതുപോലെ വിമലാണ് ഇതിന്റെ കിങ് പിന്ന്. ബാക്കിയുള്ളവരൊക്കെ പെട്ടുപോയത് SI ശിവദാസൻ സാറായാലും സാർ എന്ന് പറയാം, കാര്യം പ്രായത്തിന്റെ ഒന്നും കാര്യമൊക്കെ ബഹുമാനം ശ്രീനി സാറായാലും അവര് മനഃപൂർവ്വം പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ചു, ജോലി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ വിമൽ അവൻ ഇതിൽ നല്ല കളി കളിച്ചിട്ടുണ്ട്. സാറിനെ ഞാൻ വിളിക്കൂല. അമ്മാതിരി എല്ലാ തെമ്മാടിത്തരത്തിലും പിന്നെ മെയ് 12-ാം തീയതി മുതലുള്ള എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദിത്തം അയാൾക്കാണ്. അയാൾ അറിയാതെ ഒന്നും സംഭവിക്കൂല. മെയ് 12-ാം തീയതി ഉണ്ടായ കാര്യങ്ങൾക്കും അതിന് മുമ്പുണ്ടായ കാര്യങ്ങൾക്കും സംരക്ഷണം കൊടുത്തത് മുഴുവൻ അയാൾ. അത് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ അതവിടെ നിൽക്കട്ടെ. അയാൾക്കൊരു ഞാൻ മനസ്സിലാക്കുന്നത് അയാള് ഈ സ്റ്റേഷനിൽ 10-13 കൊല്ലായി. അയാൾക്കെതിരായിട്ട് വേറെയും ഹൈക്കോടതിയിലൊക്കെ കേസ് പോയതുണ്ട്. ഓരോ വ്യക്തികളെ ബുദ്ധിമുട്ടിക്കുക ഈ രീതിയിൽ. ഒരു വ്യക്തിനെ അതുപോലെ തന്നെ ഓഫീസിൽ കയറി അവരെ പിന്നെ ലേഡി സ്റ്റാഫിന്റെ മുന്നിൽ വെച്ചിട്ട് അസഭ്യം പറയുകയും കൊണ്ടുപോവുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട അയാളും കേസിലൊക്കെ പോകുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട് ഇയാൾക്കെതിരായിട്ട്. എന്നിട്ട് ഇയാൾ ഈ സ്ഥാനത്തെല്ലാം പോയി എന്താ പറയുക, ബാക്കിയുള്ള ഓഫീസർമാരൊക്കെ മാറുക. ഇയാൾക്കെതിരായിട്ട് ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. അപ്പം ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇയാൾ 10-13 കൊല്ലത്തില് ഡ്യൂട്ടികളിൽ നല്ലൊരു വിഹിതം ഈ കോട്ടയം സ്റ്റേഷനിലാണ്, സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പൊ ഇയാള് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്തു കൊടുക്കും, ഏജന്റ് പണി. അതിന്റെ ഭാഗമാണത്. പ്രശ്നം കിട്ടും, ദൈവം തരും, മുന്നിൽ എത്തിച്ചു തരും. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി ഞാൻ ഇവിടെ കാണിക്കാം, അത് നിങ്ങൾ കണ്ടു നോക്കാം. വയസ്സുള്ള തള്ളയാണ് അതിന്റെ ഒക്കെ പോയിട്ട് മാച്ച് കളിച്ച് നിങ്ങൾ കണ്ടല്ലോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പറയുന്നത് നിങ്ങൾ ഇതിൽ പിന്നെ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാം, ഇത് നിങ്ങളെ മേൽ കെട്ടിച്ചമച്ചാണെന്ന് കള്ളക്കേസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതിൽ വിശദമായിട്ട് പറഞ്ഞു. അവസാന ഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ മെൻഷൻ ചെയ്യാം. ഒന്ന്, മനഃപൂർവ്വം പോലീസിന്റെ അനാസ്ഥ. 2, SI വിമലിന്റെ കേസിന്റെ ഗതി മാറ്റാനുള്ള ശ്രമം, അതുപോലെ തന്നെ തിടുക്കം. അത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ DYSP മനോജൻ ശ്രീനിയെ ശകാരിച്ചതിന് ശേഷം ഉടനെ പ്രതികൾ എന്താ ചെയ്യുന്നത്, പിന്നെ തൊപ്പി തെറിപ്പിക്കും എന്നുള്ള രീതിയിലൊക്കെ പിറ്റേ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് ഞാൻ ചെല്ലുമ്പോൾ പഴയ രീതിയിലുള്ളൊരു പിന്നെ പിന്തുണ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാത്തൊരു സാഹചര്യം വന്നു. അഥവാ അദ്ദേഹത്തെ ഭീഷണിക്ക് വഴങ്ങിയോ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടായ സാഹചര്യം സത്യാവസ്ഥയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ SI ശ്രീനിനെ അത്തരത്തിൽ ശകാരിച്ചു എന്ന് SI ശ്രീനി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ കേസിന്റെ ഗതി ഒരു തരത്തിലും മുന്നോട്ട് പോയിട്ടില്ല. സാധനങ്ങൾ വിട്ടുകൊടുക്കണം എന്നുള്ള രീതിയിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ചെയ്തിട്ടില്ല, ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അപ്പൊ അതിന്റെ പിന്നെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഉടനെ തന്നെ ശകാരത്തിനൊക്കെ ശേഷം നമ്മളോട് പിന്തുണ ലഭിക്കാത്ത ഒരു അവസ്ഥ വരികയും പിന്നീട് അദ്ദേഹത്തിൽ അവിടെ സ്ഥലം മാറേണ്ട ഒരു അവസ്ഥയും വന്നിട്ടുണ്ട്. അത് പ്രതികൾ പറഞ്ഞിട്ടുണ്ട്, മുൻകൂട്ടിയിട്ട് പ്രവചിച്ചിട്ടുണ്ട്, മാറ്റും. അതാണോ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ CI സാറിന്റെ കാര്യത്തിലും അദ്ദേഹത്തിന് ഞാൻ പിന്നെയും കണ്ടിട്ടുണ്ടായിരുന്നു. മാന്യമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മാന്യമായിട്ടുള്ള ഇപ്പോഴും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നിന്ന് ഒരു വട്ടം കുറെ നേരം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മാന്യമായ സമീപനമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അവർക്കൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പറയാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണുമല്ലോ, അതാവാം, എന്താണെന്നുള്ള അറിയില്ല. നമ്മുടെ കാര്യത്തിൽ പ്രാഥമിക ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന പിന്തുണ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു. പിന്നീട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ പിന്നെ തുടർ നടപടികൾ എന്നുള്ളതാണ്. ഇനി തുടർ നടപടികൾ എന്നുള്ളത് തിരൂർ സബ് കളക്ടറെ അദ്ദേഹത്തിന്റെ കയ്യിലാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ പോയി സമീപിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട്
അദ്ദേഹം ഇതിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ള രീതിയിൽ എനിക്ക് 19-ാം തീയതി അഥവാ അടുത്ത ദിവസം വ്യാഴാഴ്ച 19-ാം തീയതി എന്നെ കാണും എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചെല്ലുന്നുണ്ട്. അതിലും തീരുമാനം ഉണ്ടാകാത്തൊരു സാഹചര്യം. നമ്മുടെ തീരുമാനം എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. എന്റെ ആവശ്യം ഇത്രത്തോളം കാലം എനിക്കുണ്ടായ നഷ്ടം, അതുമായി ബന്ധപ്പെട്ട് കളവടക്കം നടത്തിയതിന് ഇത്രത്തോളം സാഹചര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും നോൺ രജിസ്ട്രേഷൻ ഓഫ് FIR എന്നുള്ള രീതിയിൽ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന് പരാതി അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കളവടക്കം നടന്നതുമായി ബന്ധപ്പെട്ട് FIR എത്രയും പെട്ടെന്ന് ഇടണം, അന്വേഷണം ഉണ്ടാവണം, അറസ്റ്റ് ഉണ്ടാവണം പ്രതികളെ. രണ്ടാമത് എനിക്ക് നഷ്ടപ്പെട്ട അവിടെയുള്ള സാധനങ്ങൾ തിരികെ കിട്ടാനുള്ള നടപടി ഉണ്ടാവണം, അർഹിക്കുന്ന നഷ്ടപരിഹാരം. കാരണം ഇത്രത്തോളം ദിവസം പ്രതികൾ തന്നെ എങ്ങനെ ഈ പറഞ്ഞാലും ശരി, വീഡിയോയിലൊക്കെ വ്യക്തമാണ് പ്രതികൾ കൂട്ടിയിട്ടിരുന്നു എന്നതും പ്രതികൾ ഇത്രത്തോളം നഷ്ടപ്പെടുത്തും എന്നത് വെല്ലുവിളിക്കുന്നതിന്റെയും വോയിസും വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോ അതിന് കാരണക്കാരായ പ്രതികളിൽ നിന്ന് അർഹിക്കുന്ന നഷ്ടപരിഹാരം എനിക്ക് ഏർപ്പെടുത്തി തന്നേ മതിയാവും. കാരണം ചെറിയ തുകയല്ല, ചെറിയ തുകയുടെ നഷ്ടമല്ല. ഇത്രത്തോളം നഷ്ടം ഇനി ഒരാൾക്കും ഇവന്മാർ കാരണം ഉണ്ടാവാൻ പാടില്ല. മാത്രവുമല്ല ഇനി ഈ തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനം ഇവന്മാർ നടത്താൻ പാടില്ല. ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് പോലീസ് കൂട്ടു നിൽക്കാൻ പാടില്ല. അപ്പൊ അർഹിക്കുന്ന പരിരക്ഷ എനിക്ക് ഉറപ്പുവരുത്തണം. ക്രിമിനൽ അകത്ത് കടന്ന് അതിക്രമം കാണിച്ചതിനും വീഡിയോയിൽ ഒരു വ്യക്തമാണ്, അതിക്രമം കാണിച്ചിരുന്നതിനും അതുപോലെ കളവ് നടത്തിയതിനും തെളിവുകൾ ഞാൻ ഹാജരാക്കാം. കാരണം എന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് ഡീറ്റെയിൽസ് എല്ലാം എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഹാജരാക്കാൻ ഉള്ളത് അതിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്വം പ്രതികൾക്ക് മാത്രമാണ്. ഫെബ്രുവരി 2-ാം തീയതി 3-ാം തീയതിക്ക് ശേഷം അവിടെ എന്ത് തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് ഉത്തരവാദിത്വം പ്രതികൾക്കാണ്. അതുപോലെ എന്റെ തൊഴിൽ, എനിക്കുണ്ടായിരുന്ന ഗുഡ്വിൽ, ഇതൊക്കെ നഷ്ടപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട അർഹിക്കുന്ന നഷ്ടപരിഹാരം പ്രതികളിൽ നിന്ന് ഈടാക്കാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള സബ് കളക്ടർക്ക് അധികാരമുണ്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പണി ചെയ്യുന്നതാണ് വിശ്വാസം. അത് അദ്ദേഹത്തിന്റെ മാന്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്ന പ്രതീക്ഷയുടെ കാര്യം. വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടായിട്ടാണല്ലോ സബ് കളക്ടർ റാങ്കിലൊക്കെ വരുന്നത്, IAS ഒക്കെ എടുത്ത് വരുന്നത്. കുറച്ചൊക്കെ ഒരു കോമൺ സെൻസ് ഉള്ള വ്യക്തികളാവും. അപ്പൊ അവർക്ക് ഇത് വേണ്ട രീതിയിലൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന കളക്ടർ ഇടപെട്ടിട്ട് സബ് കളക്ടർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ തീരുമാനമാവും. അല്ലാതെ പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ജപ്തി നോട്ടീസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വന്ന് ഞാനിപ്പോൾ അവസാനം ദുരിതത്തിലേക്ക് തള്ളിവിട്ട പ്രതികളെ അർഹിക്കുന്ന ശിക്ഷാ നടപടികൾ അവർക്കെതിരെ ചുമത്തണം. ഇനി ഒരുത്തന്റെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുന്നതിന് ഇവന്മാർ, ഈ കൃമികൾ ഇടപെടാൻ പാടില്ല. അതിന് ഫാബ്രിക്കേറ്റ് ചെയ്യാനുള്ള വക്കീലൊക്കെ അവന്മാർക്കുണ്ടല്ലോ. വക്കീലിന് മനസ്സിലാവണം മാതിരി പൊട്ടാസുമായിട്ടൊന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങാൻ പാടില്ല. അത് തന്റെ കക്ഷികൾക്ക് ബുദ്ധിമുട്ട് തന്നെ ആകുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വക്കീലിനും ഒരു അടി ആവണത്. അത് കാരണമാണ് നമ്മൾ ഈ ഒറ്റയാൾ പോരാട്ടം എന്നുള്ള രീതിയിൽ ഇറങ്ങുന്നത്. വേറെ നിവൃത്തിയില്ല.